Srila Prabhupada ki jai. Jayo Radha Madhava Jayo Kunja Bihari Jayo Radha Madhava Jayo Kunja Bihari Jaya Gopi Janavallabha Jaya Girivaradari Jaya Girivaradari Jaya Gopi Janavallabha Jaya Girivaradari Jaya Girivaradari Jayo Yashodanandana Jayo Vrajanarandana Jayo Yashodanandana Jayo Vrajanarandana Jayo Yamunatiravanachari Jayo Kunja Bihari Jayo Yamuna Tiravanachari Jayo Kunja Bihari Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama Hare Rama 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 Hare Hare Jayo Jagannatha Jayo Jagannatha Baladeva Jaya Subhadra Jayo Jagannatha Jayo Jagannatha Baladeva Jaya Subhadra Jayo Krishna Balaram Jayo Krishna Balaram Krishna Balaram Jayo Krishna Balaram Jayo Krishna Balaram Jayo Krishna Balaram Krishna Balaram Jayo Krishna Balaram Jayo Gauramita Jayo Gauramita Gauramita Jayo Gauramita Jayo Gauramita Jayo Gauramita Gauramita Jayo Gauramita Jaya Jaya Prabhupada 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 Jaya Jaya Prabhupada Jaya Jaya Prabhupada 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 Jaya Jaya Prabhupada Jaya Jaya Gurudev 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 Jaya Jaya Gurudev Jaya Jaya Gurudev 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 Jaya Jaya Gurudev हरिनाम संकीर्तन महायज्ञ की जय श्रीमद् भागवतम श्रीमद् भगवत गीता पठन यज्ञ की जय श्रील प्रभुपाद की जय श्रील गुरुदेव की जय गौर प्रमानिधि हरि ओम नमो भगवते वासुदेवाय ओम नमो भगवते
വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഭഗവാന്റെ കൃപാകടാശം കൊണ്ട് ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ ഒന്നാമത്തെ സ്കന്ധം 4-ാമത്തെ അധ്യായം 24-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശരിയല്ലേ? ഹരേ കൃഷ്ണ. ശരിയാണോ? അതെ പ്രഭു. ഹരേ കൃഷ്ണ. ഒന്ന് 4:24. അതെ, 1:4:24. ശ്രീ നാരദ ആഗമനം എന്നുള്ള അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്. ധാരന്തേ പുരുഷേ യഥാ ഏവം ചാഗര ഭഗവാൻ വ്യാസ കൃപണവത്സല തേയേവ വേദാ ദുർമേദേ ധ്യാരന്തേ പുരുഷേരഥാ ഏവം ചാഗര ഭഗവാൻ വ്യാസ കൃപണവത്സലഃ തേയേവ വേദാ ദുർമേദേ ധ്യാരന്തേ പുരുഷേ യഥാ ഏവം ചാഗര ഭഗവാൻ വ്യാസ കൃപണവത്സലഃ. തേ ഏവ നിശ്ചയമായും വേദാഹ വിജ്ഞാനഗ്രന്ഥം ദുർമേദേ അല്പധീമതാകയാൽ ധര്യന്തേ സ്വാത്മീകരിക്കാൻ കഴിയുന്നു, പുരുഷേ മാനവരാൽ, യഥാ അത്രത്തോളം, ഏവം അപ്രകാരം, ചകാര പ്രസാദാനം ചെയ്തു ഭഗവാൻ സർവശക്തൻ വ്യാസ ശ്രേഷ്ഠ ഋഷി വ്യാസദേവൻ കൃപാണവത്സല അജ്ഞരോടെ അതികൃപയുള്ള. വിവർത്തനം. അപ്രകാരം അജ്ഞരോട് അതികൃപയുള്ള ശ്രേഷ്ഠനായ വ്യാസദേവൻ അല്പജ്ഞാനികൾക്കു പോലും ഉൾക്കൊള്ളാവുന്നതുതകും വിധം യഥായോഗ്യമായി വേദങ്ങളെ വിഭജിച്ചു. അപ്രകാരം അജ്ഞരോട് അതികൃപയുള്ള ശ്രേഷ്ഠനായ വ്യാസദേവൻ അല്പജ്ഞാനികൾക്ക് പോലും ഉൾക്കൊള്ളാനുതകും വിധം യഥായോഗ്യമായി വേദങ്ങളെ വിഭജിച്ചു. ഭാവാർത്ഥം. യസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വേദം ഏകമാണ്. നിരവധി വിഭാഗങ്ങളായി വേദത്തെ വിഭജിച്ചതിന്റെ കാരണം ഇതോടൊപ്പം വിശദമാക്കും. ഏതൊരു സാമാന്യ വ്യക്തിക്കും അനായസേന മനസ്സിലാക്കുന്ന വിധത്തിലല്ല സർവവിജ്ഞാന ബീജ വിഷയം. യോഗ്യനല്ലാത്ത ഒരു ബ്രാഹ്മണനും വേദ അഭ്യാസം നടത്താൻ യത്നിക്കരുതെന്ന് ഖണ്ഡനമുണ്ട്. എന്നാൽ ഈ ഖണ്ഡനം നിരവധി രീതികളിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഒരു വിഭാഗം ജനങ്ങൾ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്ന ഏക കാരണത്താൽ ബ്രാഹ്മണീയ യോഗ്യതകൾ അവകാശപ്പെടുകയും വേദ അധ്യയനം
ബ്രാഹ്മണ കുലത്തിന്റെ കുത്തകയായി അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നു. ബ്രാഹ്മണ കുലത്തിൽ ജന്മം സംഭവിക്കാത്ത മറ്റൊരു വിഭാഗം ജനങ്ങൾ ഇതിനെ മറ്റ് വർണ്ണങ്ങളിലുള്ള ജനങ്ങളോടുള്ള അനീതിയായി കരുതുന്നു. എന്നാൽ ഇരുവരും വഴി തെറ്റിക്കപ്പെടുന്നു. പരമപുരുഷനായ ഭഗവാനാൽ ബ്രഹ്മദേവന് പോലും വിശദീകരിച്ചു പ്രദാനം ചെയ്യപ്പെട്ട ശ്രദ്ധാ വിഷയ പ്രതിപാദ്യങ്ങളാണ് വേദങ്ങൾ. ആകയാൽ സത്വഗുണത്തിൽ അധിഷ്ഠിതമായ സവിശേഷ ഗുണങ്ങളോട് കൂടിയ വ്യക്തികളാൽ മാത്രമേ ശ്രദ്ധാ വിഷയത്തെ മനസ്സിലാക്കുവാൻ സാധ്യമാകൂ. രജോ ഗുണത്തിലും തമോ ഗുണത്തിലും അധിഷ്ഠിതരായ വ്യക്തികൾ വേദത്തിലെ പ്രതിപാദ്യ വിഷയം മനസ്സിലാക്കാൻ കഴിയാത്തവരാണ്. വേദവിജ്ഞാനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം പരമജീവോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആകുന്നു. ഈ സവിശേഷ വ്യക്തിത്വത്തെ അത്യപൂർവമായി മാത്രമേ രജോ തമോ ഗുണപ്രധാനികൾ മനസ്സിലാക്കുന്നുള്ളൂ. സത്യയുഗത്തിൽ ഏവരും സത്വഗുണത്തിൽ നിവിഷ്ടരായിരുന്നു. ക്രമേണ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും സത്വഗുണത്തിന് അധപതനം സംഭവിക്കുകയും സാമാന്യ ജനങ്ങൾ ദുഷിക്കുകയും ചെയ്തു. വർത്തമാന യുഗത്തിൽ, അതായത് കലിയുഗത്തിൽ, സത്വഗുണം മിക്കവാറും ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സാമാന്യ ജനങ്ങളിലും അപജയം സംഭവിച്ചിരിക്കുന്നു. ആകയാൽ അതിദയാലുവും പ്രബലനും ശ്രേഷ്ഠനുമായ ശ്രീല വ്യാസദേവൻ രജോ തമ ഗുണപ്രധാനികളായ അല്പജ്ഞാനികൾക്ക് പ്രായോഗികമായി അനുവർത്തിക്കാൻ ഉതകും വിധം വേദങ്ങളെ പലതായി വിഭജിച്ചു. താഴെ പ്രസ്താവിക്കും പ്രകാരം അടുത്ത ശ്ലോകത്തിൽ ഇവയൊക്കെ വിശദമാക്കുന്നു. ഓം തത് സത്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഹാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരി പ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നി ഗൗർതിഷേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗദ്ഗതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. വഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധുവേവ ച പതിതാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണ പൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഓം വിശുദ്ധായ കൃഷ്ണ പൃഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു സ്വാമിനിധി നാമിനേ. നമാമി മൂർധന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവത പുസ്തകമേധസേ പ്രചാരണേ ലോകധാരണേ ശ്രീല മഹാവിഷ്ണു.
ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ കൃപയാൽ തുടർച്ചയായി ഓരോ ദിവസവും ഓരോ ശ്ലോകം എന്നുള്ള കണക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ഇന്ന് ശ്രീമദ് ഭാഗവതത്തിൽ 1-ാം സ്കന്ധത്തിൽ 4-ാം അധ്യായം ശ്രീ നാരദ ആഗമനം എന്നുള്ള അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ കൃപയാൽ എത്തിച്ചേർന്നു. നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ തുടർച്ചയായി ആദ്യം മുതലുള്ള ഡിസ്കഷൻസ് ആണ് നമ്മൾ ചെയ്തു വരുന്നത്. നമ്മുടെ ലൈഫിൽ ശ്രീമദ് ഭാഗവതം 18,000 ശ്ലോകം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ എല്ലാവരുടെയും മഹാസൗഭാഗ്യമായിരിക്കും. എന്തായാലും ഇന്നത്തെ ശ്ലോകം നമ്മൾ അതിന്റെ ഫീഡ്ബാക്ക് ഞാൻ പറയാം. അപ്പിയറൻസ് ഓഫ് ശ്രീ നാരദ എന്നുള്ള അധ്യായമാണ് നമ്മൾ സംസാരിക്കുന്ന ഈ അധ്യായം. നാരദ മഹർഷിയുടെ ആവിർഭാവം എന്നാണ് ഇതിന്റെ പേര്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ 31 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിൽ ഉള്ളത്. അതിൽ പ്രധാനമായിട്ടും 4 വിഷയത്തിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ സംസാരിക്കുന്നത്. അതിൽ 1 മുതൽ 13 വരെയുള്ള ശ്ലോകത്തിൽ ശൗനക ഋഷി ഫർദർ ക്വസ്റ്റ്യൻസ് ടു സൂത ഗോസ്വാമി. സൂത ഗോസ്വാമിയോട് ശൗനക ഋഷ്യന്മാര് വീണ്ടും കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് 1 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു. പിന്നെ ഉള്ളത് 14 മുതൽ 25 വരെയുള്ള ശ്ലോകത്തിൽ വ്യാസദേവ ഡിവൈഡ്സ് ദ വേദാസ്. വേദവ്യാസർ വേദങ്ങളെ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ള വിഷയത്തിനെ കുറിച്ച് 14 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. പിന്നെ ഉള്ളത് 26 മുതൽ 31 വരെയുള്ള ശ്ലോകങ്ങളിൽ വേദവ്യാസാസ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കണ്ടംപ്ലേഷൻ. വേദവ്യാസ മഹർഷി ഇതെല്ലാം ചെയ്തിട്ടും അദ്ദേഹം സംതൃപ്തനല്ല, അതിനുള്ള കാരണം എന്ത് എന്നതിനെ കുറിച്ചൊക്കെയാണ് 26 മുതൽ 31 വരെയുള്ള ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന 3-ാമത്തെ ടോപ്പിക്. 4-ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 32 മുതൽ 31 വരെയുള്ള ശ്ലോകങ്ങളിൽ നാരദ മഹർഷി വ്യാസദേവനെ ദർശനം നൽകുന്നു എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ് ഈ അധ്യായത്തിലെ അവസാനത്തെ 32, 33 ശ്ലോകങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ഈ അപ്പിയറൻസ് ഓഫ് ശ്രീ നാരദ, അതായത് നാരദ മഹർഷിയുടെ ആവിർഭാവം എന്നുള്ള ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 4-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും 4 വിഷയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് 2-ാമത്തെ വിഷയമായ വേദവ്യാസൻ വേദങ്ങളെ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ള വിഷയത്തിനെ പ്രതിപാദിക്കുന്ന വിഷയത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ശ്ലോകമായ 24-ാമത്തെ ശ്ലോകം പ്രതിപാദിക്കുന്നത്. അപ്പോ ഇന്നത്തെ ശ്ലോകത്തിൽ മെയിനായിട്ട് പറയുന്നത് 24-ഉം 25-ഉം ഫലത്തിൽ കണക്റ്റഡ് ആണ്. അതായത് മൊത്തത്തിൽ വേദവ്യാസൻ വേദങ്ങളെ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ള വിഷയത്തിനെ കുറിച്ച് 14 മുതൽ 25 വരെയുള്ള ശ്ലോകത്തിലാണ് പറയുന്നത്. അതിൽ തന്നെ 14 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യാസ, സാസ്, അനോമൈൽസ് ആൻഡ് ഡീഗ്രേഡഡ് ക്വാളിറ്റീസ് ഓഫ് എ പീപ്പിൾ ഓഫ് കലിയുഗ. കലിയുഗത്തിലുള്ള ആൾക്കാരുടെ ഡീഗ്രേഡേഷൻ, അവരുടെ കുറവുകൾ എന്ത് എന്നതിനെ കുറിച്ച് 14 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. 19 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങളിൽ ടു സിംപ്ലിഫൈ ആൻഡ് എക്സ്പാൻഡ് ദ വേദ എമംഗ് കലിയുഗ പീപ്പിൾ ഹി ഡിവൈഡഡ് ഇറ്റ് ഇൻടു 4 ആൻഡ് എൻട്രസ്റ്റഡ് ഇറ്റ് ടു ഹിസ് ഡിസേബിൾസ്. അദ്ദേഹം വേദങ്ങളെ പലതായി വിഭജിക്കുകയും അത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് അതിന്റെ പ്രചരണത്തിന് ചട്ടം കെട്ടുകയും ചെയ്തു എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ 19 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങളിൽ ചർച്ച ചെയ്തത്. അതിൽ നമ്മൾ കണ്ടു അദ്ദേഹം വേദങ്ങളെ ഋഗ്, സാമ, യജുർ, അഥർവ വേദം എന്നിങ്ങനെ 4ആയി ഡിവൈഡ് ചെയ്യുകയും പുരാണങ്ങൾ എഴുതി ഉണ്ടാക്കുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഋഗ്വേദത്തിനെ പൈല ഋഷിയെ ആചാര്യനാക്കുകയും സാമവേദത്തിന്റെ ആചാര്യനായി ജൈമിനിയെ നിയമിക്കുകയും യജുർവേദത്തിന്റെ ആചാര്യനായി വൈംബൈഷായനയെ അംഗീകരിച്ച് ആദരിക്കുകയും അഥർവവേദത്തിന്റെ അധിപതിയായി സുമന്തു മുനി അൻഗീരനെ ആ സ്ഥാനത്ത് അവരോധിക്കുകയും ചെയ്തു. പിന്നെ പുരാണങ്ങളെ രോമഹർഷന് വേണ്ടിയാണ് ആചാര്യനായി അദ്ദേഹം അംഗീകരിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം 24-ാമത്തെ ശ്ലോകത്തിനെ കണക്ട് ചെയ്ത് 25-ഉം കൂടെ നമുക്ക് പറയണം. ഈ 24-ഉം 25-ഉം ശ്ലോകങ്ങളിൽ കമ്പാഷൻ ഓഫ് ദ വ്യാസദേവ എന്നാണ് ടോപ്പിക്. അതായത് വ്യാസദേവന്റെ കാരുണ്യം എന്നാണ് പറയുന്നത്.
എന്താണ് വ്യാസദേവന്റെ കാരുണ്യം? നമുക്ക് നോക്കാം. ഇന്നത്തെ ശ്ലോകത്തിൽ വ്യാസദേവൻ എന്തു ചെയ്തു? ഇന്നത്തെ ശ്ലോകത്തിൽ വ്യാസദേവൻ അപ്രകാരം അജ്ഞരോട് അതികൃപയുള്ള ശ്രേഷ്ഠനായ വ്യാസദേവൻ അല്പജ്ഞാനികൾക്കു പോലും ഉൾക്കൊള്ളാവുന്ന ഉതകും വിധം യഥായോഗ്യമായി വേദങ്ങളെ വിഭജിച്ചു എന്ന് വെച്ചാൽ ഭഗവാൻ വ്യാസദേവനെ ഇവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്ന വാക്ക് കൃപണവത്സലൻ എന്നാണ്. എന്താണ് കൃപണവത്സലൻ എന്ന് നോക്കുമ്പോൾ അജ്ഞരോട് അതികൃപയുള്ള എന്നാണ് അർത്ഥം. കൃപണവത്സലൻ എന്ന് വെച്ചാൽ അജ്ഞരോട് അതികൃപയുള്ള. എന്റെ ഒരു ഗോഡ് ബ്രദറിന്റെ പേര് ചെന്നൈയിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കൃപണവത്സല കൃഷ്ണദാസ്. കൃപണവത്സല കൃഷ്ണദാസ്, കൃപണവത്സല പ്രഭു എന്നാണ് പറയുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള ശ്ലോകം ഇതാണ്. അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ഈ ശ്രീമദ് ഭാഗവത ശ്ലോകം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കൃപണവത്സലൻ, അജ്ഞരോട് അതികൃപയുള്ള, അജ്ഞരോട് അതികൃപയുള്ള കൃഷ്ണന്റെ ദാസൻ എന്നാണ് കൃപണവത്സല കൃഷ്ണദാസിന്റെ അർത്ഥം. അപ്പൊ ഇന്നിവിടെ ശ്രീല വ്യാസദേവനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് കൃപണവത്സലൻ എന്നാണ്. എന്ന് വെച്ചാൽ അജ്ഞരോട് അതികൃപയുള്ള വ്യാസദേവൻ എന്നാണ്. എന്റെ ഗുരുമഹാരാജ് ഹിസ് ഓൺലെസ് മഹാവിഷ്ണു ഗോസ്വാമി ഗുരുമഹാരാജ് ദീക്ഷ കൊടുക്കുന്ന അവസരത്തിൽ ഓരോരുത്തർക്കും ഓരോ ദീക്ഷ പേര് നൽകുകയുണ്ടാകുമല്ലോ. ആ സമയത്ത് അദ്ദേഹത്തിന് ഓരോ ആൾക്കാർക്കും ഓരോ ശ്ലോകം കൂടെ കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം പ്രതിപാദിക്കുന്ന ഭാഗവത ശ്ലോകമാണ് ആ ശ്ലോകമായിട്ട് ഗുരുമഹാരാജ് കൊടുക്കുന്നത്. അത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആ പേര് നൽകുന്നതോടുകൂടി ഗുരുമഹാരാജ് അദ്ദേഹത്തിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത് ഭക്തിയുക്ത ഭഗവത് സേവനത്തിൽ എന്നുള്ള ഉത്തരം ഭാഗവത ശ്ലോകമായിട്ടാണ് തരുന്നത്. അങ്ങനെ ഭാഗവത ശ്ലോകം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും കൊടുക്കുകയുണ്ടായി. എന്തായാലും വളരെ സന്തോഷത്തോടുകൂടി പറയാം, കൃപണവത്സലൻ എന്നുള്ള ഈ ശ്ലോകമായിരിക്കും തീർച്ചയായിട്ടും കൃപണവത്സല പ്രഭുവിന്, ഗോഡ് ബ്രദറിന് ഗുരുമഹാരാജ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇത് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കും. നമ്മുടെ പരസ്പര ഭക്തന്മാര് ഓരോരുത്തരുടെയും പേര് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്കുള്ള ശ്ലോകം കൂടെ നമ്മൾ എഴുതിയെടുക്കാറുണ്ട്. എന്നിട്ട് ആ ശ്ലോകം വായിച്ച് ഓരോ ഡിവോട്ടീസിന്റെയും ഗുരുമഹാരാജ് നൽകുന്ന സർവീസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഭക്തന്മാർ തമ്മിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ, നിങ്ങളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട ശ്ലോകം എന്ത് എന്നൊക്കെ നമ്മൾ ഭക്തന്മാർ ചർച്ച ചെയ്യാറുണ്ട്. എനിവേ, ഇന്നത്തെ ശ്ലോകം കൃപണവത്സല കൃഷ്ണദാസിന്റെ വേണ്ടി ഗുരുമഹാരാജ് കൊടുത്ത ശ്ലോകമാണ്. അത് വേദവ്യാസനെ അഭിസംബോധന ചെയ്യുന്നത് കൃപണവത്സലൻ എന്നാണ്. അപ്പൊ കൃപണവത്സലൻ എന്നുള്ള വാക്കിനർത്ഥം അജ്ഞരോട് അതികൃപയുള്ള. അപ്പൊ കൃപണവത്സല ദാസ് എപ്പോഴും അജ്ഞരോട് അതികൃപയുള്ളവനായിരിക്കണം എന്നാണ് മഹാരാജ് ആ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഇവിടെ വേദവ്യാസൻ എങ്ങനെയാണ് കൃപണവത്സലനാകുന്നത്, എങ്ങനെയാണ് അജ്ഞരോട് അതികൃപയുള്ളവനാകുന്നത് നമുക്ക് നോക്കാം. അതായത് അജ്ഞരോട് അതികൃപയുള്ള എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ഞാനൊരു കഥ രൂപത്തിൽ അത് അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ഉദാഹരണത്തിന് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഈ ഭൗതിക ലോകത്തില് ഒരു ഐലൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഐലൻഡ് നമ്മുടെ മെയിൻ ഭൂമിയായിട്ട് യാതൊരു ബന്ധമില്ല, അത് ഒറ്റപ്പെട്ട് നിൽക്കുക. അത് രാധാ ഗോപിനാഥ് പ്രഭുവിന്റെ ഒരു ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു ഉദാഹരണമാണ് ഞാൻ ഇപ്പോ ഭക്തന്മാർക്ക് വേണ്ടി കോപ്പി ചെയ്യുന്നത്. രാധാ ഗോപിനാഥ് പ്രഭു. അപ്പോ ഒരു ഐലൻഡ് ഒരു സ്ഥലത്തുണ്ടെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഇപ്പൊ ഭാരതത്തില് ഒരു ഐലൻഡ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട പ്രദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു കാടുകൾ ഉള്ള ഒരു ഒറ്റപ്പെട്ട പ്രദേശം, ആരും അങ്ങോട്ട് പോവാത്ത ഒരു പ്രദേശം ഉണ്ടെന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് ഭാരതത്തിന്റെ ഏറ്റവും മേളിൽ ഹിമാലയ സാനുക്കളിലൊക്കെ അങ്ങനെ ഒരുപാട് പ്രദേശങ്ങൾ അന്നും ഇന്നും എന്നും ഉണ്ടാവും. അപ്പൊ അവിടെ ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വലുതായിട്ട് അസസ് ഉണ്ടാവത്തില്ല. ഇവിടുത്തെ ഡെവലപ്മെന്റ്സ് ഒന്നും അവിടെ എത്തിക്കാണത്തില്ല. ഇവിടെ നിന്നും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഒന്നും അവിടെ റീച്ച് ആയിട്ട് ഉണ്ടാവത്തില്ല. അവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവത്തില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു വലിയൊരു സമുദായം അവിടെ ഉണ്ട്. എന്നാൽ ഇവിടുത്തെ ഭരണാധികാരികൾ അവരുമായിട്ട് ഒരു ബന്ധം വയ്ക്കാൻ ശ്രമിക്കുമെങ്കിൽ, അവർക്ക് കുറച്ച് ഫെസിലിറ്റീസ് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം? നമുക്ക് ഒരു കമ്പാഷൻ, ഒരു കാരുണ്യം എന്ന് നമുക്ക് പറയാം. അതേപോലെ അങ്ങനെയുള്ള അവർക്ക് കാരുണ്യം എത്തിക്കാൻ കുറച്ച് പാടായിരിക്കും. കാരണം അവരും നമ്മളും തമ്മിൽ ഡിഫറെന്റ് ലാംഗ്വേജ് ആയിരിക്കും,
ഡിഫറെന്റ് സിവിലൈസേഷൻ ആയിരിക്കും, ഡിഫറെന്റ് ട്രസ്റ്റിലുള്ള വ്യത്യാസം ഉണ്ടാവും. അവര് നമ്മളെ സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ നമ്മൾ ആദ്യം നോക്കത്തുള്ളൂ. അവരുടെ വിദ്യാഭ്യാസം സംവിധാനങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളും വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് പറയുന്നു എന്ന് അവർ ആദ്യം അക്സെപ്റ്റ് ചെയ്തിട്ട്, അപ്പൊ അവരെ കാരുണ്യം കൊടുത്ത് അവർക്ക് ഫെസിലിറ്റി കൊടുത്ത് അവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്ന ഗവൺമെന്റ് ശരിക്കും ഒരു കമ്പാഷനേറ്റ് ആയിട്ട് ഒരു പ്രവർത്തനം നടക്കുന്നത് എങ്ങനെയെന്ന് നോക്കുമ്പോൾ അവർക്ക് അറിയാവുന്ന ഭാഷ ഇവർ പഠിക്കണം. അവരുടെ കൂടെ നിന്ന് അവരിൽ ഒരാളായി അവർക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള വിശ്വാസം നേടിയെടുക്കണം. അതിനുശേഷം മാത്രമേ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഗവൺമെന്റ് ഫെസിലിറ്റി കൊടുത്ത് അവർ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ആ സ്ഥലത്തുള്ള ആൾക്കാരുടെ ഭാഷ എന്ന് പറയുന്നത് ജന്മ മൃത്യു ജരാവ്യാധി, ഇതാണ് അവരുടെ സിസ്റ്റം, ഇതാണ് അവരുടെ ലോകം, ഇതാണ് അവരുടെ രീതി, ഇതാണ് അവരുടെ ലാംഗ്വേജ്, ഇതാണ് അവരുടെ വിശ്വാസം, ഇതാണ് അവരുടെ രീതികൾ എങ്കിൽ അതല്ല യഥാർത്ഥ സുഖം. അതിനപ്പുറം ഒരു ലോകമുണ്ട് എന്ന് ഒരു ഗവൺമെന്റിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റും, പക്ഷെ അത് വളരെ എളുപ്പമല്ല, വളരെ പാടായിരിക്കും. എന്നാൽ അവർക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആ ഒറ്റപ്പെട്ട ഐലൻഡും ശരിയായ ഭൂപ്രദേശവും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കേണ്ട ആവശ്യം ഗവൺമെന്റിനുണ്ട്. അപ്പൊ അവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ വരാൻ, ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. അപ്പൊ ആ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന നടപടി ഗവൺമെന്റ് സ്വീകരിക്കുമെങ്കിൽ അതൊരു കമ്പാഷനാണ്, അതൊരു കാരുണ്യമാണ്. അപ്പൊ അവിടുത്തെ ആൾക്കാർക്ക് യഥാർത്ഥ ലോകത്തിലേക്ക് വരുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒരു ശരിയായ ഗവൺമെന്റ് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതിൽ ഒരു പാലം ഉണ്ടാക്കുന്നതിലൂടെ ചെയ്തു കൊടുക്കുന്നത്. എന്നതുപോലെ ഈ ഭൗതിക ലോകത്തിലുള്ള ആൾക്കാർക്ക് ഒരു ഐലൻഡിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആൾക്കാരെ ആധ്യാത്മിക ലോകവുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് വ്യാസദേവനാകുന്ന ആചാര്യന്റെ ഇപ്പോഴത്തെ ധർമ്മം. അതിന് അദ്ദേഹം വളരെ കരുണാമയനായ രീതിയിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ നിന്നും ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി, ഒരു പാലം ഉണ്ടാക്കി നമ്മളെ ശരിയായ ലോകമായ ആധ്യാത്മിക ലോകത്തിലേക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന് വ്യാസദേവൻ ചിന്തിക്കുന്നു ഇവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം. നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ജന്മ മൃത്യു ജരാവ്യാധിയാണ് നമ്മുടെ ലാംഗ്വേജ്. നമ്മുടെ ഭാഷ കാമമാണ്, കാമം. അപ്പൊ ഈ കാമ ഭാഷയാകുന്ന ഈ ഭൗതിക ലോകത്തിലെ ബദ്ധജീവാത്മാവിനെ ഇതാണ് ശരി, ഇതാണ് ലോകം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഭൗതിക ലോകത്തിൽ നിന്നും ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി, ഒരു പാലം ഉണ്ടാക്കി ആധ്യാത്മിക ലോകവുമായിട്ട് കണക്ട് ചെയ്ത് ശരിയായ സ്റ്റാൻഡേർഡ് ഭാഷയായ പ്രേമം, കാമത്തിൽ നിന്നും പ്രേമത്തിലേക്ക് നമ്മളെ പരിവർത്തനം ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം എന്നതിനെ കുറിച്ച് വളരെ ഗഹനമായി നമ്മുടെ ആചാര്യനായ വ്യാസദേവൻ ചിന്തിക്കുന്നു എന്നുള്ളതാണ് കൃപണവത്സലൻ എന്നുള്ള വാക്കിനർത്ഥം. കൃപണൻ എന്ന് പറഞ്ഞാൽ അജ്ഞതയിലുള്ള ആൾക്കാർ, വത്സലൻ എന്ന് പറഞ്ഞാൽ അവരോട് കൃപയുള്ളവൻ എന്നതാണ് വ്യാസദേവന്റെ പേര്. അപ്പൊ കൃപണവത്സലൻ എന്നുള്ള വാക്കിൽ വ്യാസദേവൻ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഈ ഭൗതിക ലോകത്തിൽ ഇതാണ് ശരി, ഇതാണ് ലോകം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ബദ്ധജീവാത്മാവായ അജ്ഞാനത്തിൽ മാത്രം മുഴുകിയിരിക്കുന്ന നമ്മളെ പോലുള്ള ഓരോ ബദ്ധജീവാത്മാവിനെയും ഒറ്റപ്പെട്ടു പോയ ഈ ഭൗതിക ലോകത്തിൽ നിന്നും തിരിച്ച് അതിവിശാലമായ ഭഗവാന്റെ രാജധാനിയിലേക്ക്, പ്രേമത്തിന്റെ രാജധാനത്തിലേക്ക്, സന്തോഷത്തിന്റെ രാജധാനത്തിന്റെ കുണ്ടങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത വൈകുണ്ഠത്തിലേക്ക് നമ്മളെ എങ്ങനെ കൈപ്പിടിച്ച് ഉയർത്തി പാലം ഉണ്ടാക്കി നമ്മളെ ഭൗതിക ലോകത്തിൽ നിന്നും ഉയർത്തി എങ്ങനെ എടുക്കാം എന്നതിനെ കുറിച്ച് ആത്മാർത്ഥമായി ശ്രീല വ്യാസദേവൻ ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ കൃപണവത്സലൻ എന്ന് ഇന്നത്തെ ശ്ലോകത്തിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഹരേ കൃഷ്ണ, കേൾക്കാമോ എല്ലാവർക്കും? കേൾക്കാം. അപ്പോ കൃപണവത്സലൻ തന്നെയാണ് വ്യാസദേവൻ. കാരണം അദ്ദേഹം ബദ്ധജീവാത്മാവിനോട് ശരിയായ കാരുണ്യം കാണിക്കാൻ ഉത്സുകനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൃപണവത്സലൻ എന്ന് പേര് ഇട്ടിരിക്കുന്നത്. എന്നാൽ നമുക്കും ഓരോരുത്തരോടും എങ്ങനെ കുറച്ചുകൂടെ സൗണ്ട് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഷുവർ. എന്നാൽ നമുക്കും മറ്റുള്ളവരോട് കാരുണ്യം തോന്നാറുണ്ട്. എന്നാൽ നമ്മുടെ കാരുണ്യം എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാരുണ്യ പ്രവൃത്തിയും
എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇട്ടിരിക്കുന്ന ഉടുപ്പിനോടുള്ള കാരുണ്യമാണ്. നമ്മൾ കാരുണ്യം കാണിക്കുന്നത് ഒരു ജീവജാലത്തിന്റെ നിഴലിനോട് ഉള്ള ഒരു കാരുണ്യമാണ്. നമ്മൾ ഒരാൾക്ക് കാരുണ്യം കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉടുപ്പിനോട് കാരുണ്യം കാണിച്ചാൽ അതിന്റെ ഗുണം അദ്ദേഹത്തിന് കിട്ടുമോ? നമ്മൾ ഒരു ജീവജാലത്തിന് എന്തെങ്കിലും ഗുണം കൊടുക്കാൻ ആഗ്രഹിച്ചാൽ അദ്ദേഹത്തിന്റെ നിഴലിനെ പരിപാലിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ യഥാർത്ഥ ഗുണം ആ ജീവജാലങ്ങൾക്ക് കിട്ടുമോ? കിട്ടത്തില്ല. കാരണം ഭൗതിക ലോകത്തിൽ വലത് കാലിൽ നിന്നും മന്ത് എടുത്ത് ഇടത് കാലിൽ വയ്ക്കുവാൻ മാത്രമേ നമ്മുടെ കാരുണ്യം കൊണ്ട് പരസ്പരം നമുക്ക് സഹായിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അറിയാം, പറയിപ്പെറ്റ പന്തിരികുലം എന്നുള്ളതില് ഒരാളുണ്ട്. ഒരു 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 മറ്റുള്ളവരുടെ കൺമുമ്പില് ഒരു 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 ഭ്രാന്തനെ പോലെ അഭിനയിക്കുന്ന ഒരു വ്യക്തി. അതിന്റെ പേര് ഞാൻ മറന്നു. ആർക്കെങ്കിലും അറിയാം? നാരായണത്ത് ഭ്രാന്തൻ. അപ്പൊ നാരായണത്ത് ഭ്രാന്തന് അതെ നാരായണത്ത് ഭ്രാന്തൻ. അപ്പൊ നാരായണത്ത് ഭ്രാന്തനോട് ചോദിച്ചു, എന്ത് വരം വേണം എന്ന് കാളിദേവി ചോദിച്ചു, ഒരിക്കൽ പ്രീതിപ്പെടുത്തി. അപ്പൊ അദ്ദേഹം ചിരിച്ചിട്ട് പറയാണ്, ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ സപ്പോർട്ടും സഹായവും സഹകരണവും ഭൗതിക വീക്ഷണകോണിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മാക്സിമം നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പറ്റുന്നത് ഇത്രമാത്രം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ആ നാരായണത്തെ ഭ്രാന്തൻ നമുക്കൊരു മെസ്സേജ് നൽകി. എന്തെന്നറിയാമോ? കാളിയോട് ചോദിച്ചു, ദേവിയോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ചെയ്തോളൂ, എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, എന്റെ വലത് കാലിലെ മന്ത് ഇടത് കാലിലാക്കി തരണം. നിങ്ങൾ പറയൂ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ, നമ്മുടെ കാലിൽ മന്തുണ്ട്, അതിനെ വലത് കാലിൽ നിന്ന് എടുത്ത് ഇടത് കാലിൽ ആക്കിയത് കൊണ്ട് എന്തെങ്കിലും ഗുണം നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. എന്നതുപോലെയാണ് ഭൗതിക ലോകത്തിൽ നമ്മൾ പരസ്പരം ആധ്യാത്മിക വീക്ഷണകോൺ ഇല്ലാതെ ഭൗതിക വീക്ഷണകോണിൽ നിന്നുകൊണ്ട് മാത്രം നമ്മൾ ഓരോരുത്തരും പരസ്പരം സഹായിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നാരായണത്ത് ഭ്രാന്തൻ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഭൗതിക ലോകത്തിൽ ഭൗതിക വീക്ഷണകോണോടുകൂടി നമ്മൾ ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനർത്ഥം വലത് കാലിലെ മന്ത് ഇടത് കാലിലും ഇടത് കാലിലെ മന്ത് വലത് കാലിൽ ആക്കുന്നത് പോലെ മാത്രമേ ഉപകാരപ്പെടത്തുള്ളൂ. അല്ലാതെ അതിന്റെ യഥാർത്ഥ ഒരു ഗുണവും നമുക്ക് കിട്ടുന്നില്ല. കാരണം സർവം മൃത്യു ഹരിച്ചാമഹ, സർവവും ഭൗതിക ലോകത്തിൽ എത്ര തന്നെ അഗ്രഗണ്യനായാലും അവരുടെ ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ ഭൗതിക നേട്ടങ്ങളും മൃത്യു ഹരിച്ചു കൊണ്ടുപോകും. ഒരു സുനാമി വന്ന് കൊണ്ടുപോകും. ഒരു ആദി ദൈവിക ദുഃഖം വന്ന് നമ്മൾ സമ്പാദിച്ച സകലതും അടിച്ചുകൊണ്ട് പോകും. ആദി ഭൗതിക ദുഃഖം വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. ആധ്യാത്മിക ദുഃഖം വന്ന് നമ്മളെ ഉപദ്രവിക്കും. ഭഗവാന്റെ ഭൂതകാലമാകുന്ന വടി കൊണ്ട് നമുക്ക് ഇടയ്ക്ക് അടികിട്ടും. അത് ശോകം എന്നുള്ള രീതി നമുക്ക് അടികിട്ടും. വർത്തമാന കാലത്തിലെ ഭഗവാന്റെ അടി കൊണ്ട് മോഹം എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ് ആകും. ഭാവി കാലമാകുന്ന ഭഗവാന്റെ അടി കൊണ്ട് ഭയമാകുന്ന ഉപദ്രവം നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഭൗതിക ലോകത്തിൽ എത്ര സമ്പന്നനായാലും എത്ര ചെറുപ്പക്കാരനായാലും എത്ര വയസ്സായ ആളായാലും എത്ര ദാരിദ്ര്യവാസിയായാലും എത്ര തന്നെ സുന്ദരനായാലും എത്ര തന്നെ വിരൂപനായാലും ഈ 3 തരം ദുഃഖങ്ങളും ഭഗവാന്റെ 3 തരം കാലങ്ങളും നമ്മളെ എപ്പോഴും ഡിസ്സാറ്റിസ്ഫാക്ഷൻ തന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഭൗതിക ലോകത്തിന് ഭഗവാൻ, ഇതുകൊണ്ടാണ് ഭൗതിക ലോകത്തിന് ഭഗവാൻ ദുഃഖാലയം അശാശ്വതം, ഇത് ദുഃഖത്തിന്റെ ആലയമാണ്, അതുകൊണ്ട് ഇവിടെ സൂക്ഷിക്കാൻ പറ്റൂല, ഇത് അശാശ്വതമാണ്. ഇനി അഥവാ എന്തെങ്കിലും സന്തോഷം കിട്ടിയാൽ തന്നെ അത് പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂല. അത് സർവം കാലം ഹരിച്ചാമക, അതെല്ലാം കാലം പിടിച്ച് വലിച്ച് എടുത്തോണ്ട് പൊക്കളയും. ചന്തമുള്ള ശരീരം കാലം അപകരിച്ച് നിങ്ങനെ വാർദ്ധക്യം കൊണ്ടുതരും. ഒരുപാട് സമ്പത്ത് കാലം നിങ്ങളിൽ നിന്നും പതുക്കെ പതുക്കെ വലിച്ചെടുത്തോണ്ട് പൊക്കളയും. നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് കാലം പതുക്കെ പതുക്കെ ഓരോരുത്തരെയും മരണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് നിങ്ങളിൽ നിന്ന് അകറ്റി കൊണ്ടുപോകും. നിങ്ങൾക്കുള്ള പവർ കുറെ കാലം കഴിയുമ്പോൾ മാറിപ്പോകും. ഇത് എല്ലാം കാലം മാറ്റിമറിക്കും. അപ്പൊ ഒന്നും നിങ്ങൾക്ക് പെർമനന്റ് അല്ല എങ്കിൽ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഭൗതിക ലോകത്തിൽ നമ്മൾ എന്ത് പരിശ്രമം നടത്തിയാലും ആ പരിശ്രമം എല്ലാം പരസ്പരം സഹായം അടക്കമുള്ള പരിശ്രമങ്ങളെല്ലാം വലത് കാലിലെ മന്ത് ഇടത് കാലിലും ഇടത് കാലിലെ മന്ത് വലത് കാലിലും എടുത്തു മാറ്റാനേ പറ്റത്തുള്ളൂ. ഒരു ശാശ്വതമായ സന്തോഷം ഭൗതിക ലോകത്തിൽ ആധ്യാത്മിക വീക്ഷണകോൺ ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി തരാൻ കഴിയില്ല എന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്.
പ്രഭു അപ്പോ ഇത് ഒരു ഇന്ന് സോറി പ്രഭു, നാരായണത്തുറാന്തനെ കുറിച്ച് പറഞ്ഞു ഒരു വരി പറഞ്ഞോട്ടെ. പറയുമാ. ആ, നാരായണത്തുറാന്തനെ കുറിച്ച് പറഞ്ഞു. ഞാൻ കേട്ടിട്ടുള്ളതാ, എനിക്ക് സത്യമാണോ എന്നുള്ളതൊന്നും എനിക്ക് അറിയുന്നില്ല. പക്ഷെ കേട്ടെന്ന് പറഞ്ഞാൽ ഈ അമ്പലപ്പുഴ കൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയുടെ കാലത്ത്, എത്ര വർഷം മുമ്പാണെന്നും അറിയില്ല, ആ കാലത്ത് ഇന്ന് രാജഭരണമാകുമല്ലോ. അന്നേരം അതിനു വേണ്ടിയിട്ട് യോഗ്യതയുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടി ആരാണ് ഇത് ചെയ്യാൻ യോഗ്യത എന്നുള്ളത് രാജാവ് പരീക്ഷിച്ചപ്പം എല്ലാ തന്ത്രിമാരും അവരും ഇവരും എല്ലാം വന്നു. ആ കൂട്ടത്തിൽ നാരായണത്തുറാന്തനും വന്നു പോലും. ആ കാലഘട്ടത്തിലാണ് വന്നു. അപ്പൊ അവരെല്ലാം ഇദ്ദേഹത്തിനെ പുച്ഛിച്ചു. അയ്യോ, ഒരു പറയാൻ വന്നിരിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പുച്ഛിച്ചു. അദ്ദേഹം അതൊന്നും കണക്കാക്കിയില്ല. അവസാനം പ്രതിഷ്ഠയുടെ അപ്പം തലേ ദിവസം അവിടെ വന്ന് എല്ലാവരും താമസിച്ചു. അദ്ദേഹം കഴിച്ചത് ഷാപ്പിൽ നിന്ന്, മറ്റവര് വലിയ പാൽപ്പായസവും അതും ഇതും എല്ലാം കൂട്ടിയാണ് അദ്ദേഹം കഴിച്ചത്. പിറ്റേ ദിവസം രാവിലെ അതുപോലൊക്കെ തന്നെ കഴിച്ചു. അപ്പൊ പ്രതിഷ്ഠയ്ക്ക് വന്നപ്പോഴത്തേക്ക് രാജാവ് പറഞ്ഞു എല്ലാവരും പ്രതിഷ്ഠയ്ക്ക്. അപ്പം അന്നേരം പറഞ്ഞു ഞങ്ങൾക്കൊരു ആക്ഷേപമുണ്ട്, ഈ പറയുന്ന ഇതിൽ നിന്ന് മാറ്റണം. അദ്ദേഹം ഷാപ്പിൽ പോയാൽ കഴിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എല്ലാവരെയും വിളിച്ചു വരുത്തുക, തൊണ്ടയ്ക്ക് വായ്ക്കകത്ത് കൈയിട്ടിട്ട് ഛർദ്ദിക്കാൻ പറയൂന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എല്ലാവരും തിരുമേനിമാരെല്ലാവരും ഓരോരുത്തർ ഛർദ്ദിച്ചു. അതെല്ലാം ഇറച്ചിയും മാംസവും മത്സ്യവും ഒക്കെ ആയിരുന്നു. പക്ഷെ ഈ നാരായണത്തുറാന്തൻ കൈയിട്ട് ഛർദ്ദിച്ചപ്പോ അതിനകത്ത് തുളസിപ്പൂവോട് കൂടിയ പാൽപ്പായസമായിരുന്നു. അപ്പം അപ്പൊ രാജാവ് പറഞ്ഞു, അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹമാണ് മുറുക്കി തുപ്പിയിട്ട് അതിലാണ് പ്രതിഷ്ഠിച്ചതെന്നാണ് പറയുന്നത്. സത്യം അറിഞ്ഞുകൂടാ. അതിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചത്. പ്രതിഷ്ഠ ഉറക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ആന്തരികമായിട്ടുള്ള ആ ചിന്താഗതിയും ഇതും കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ സംഭവിച്ചത്. മറ്റവര് എപ്പോഴും ഇറച്ചി, മീന്, ഷാപ്പെന്ന് ഇങ്ങനെ അദ്ദേഹം അവിടെ ആയിരിക്കും. ഇദ്ദേഹം ഭഗവാനെ മാത്രം ചിന്തിച്ച് ആഹാരം കഴിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഹാരം അതായിരുന്നു, അതോർത്താണ് കഴിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയാണോ എന്ന് അറിയില്ല പ്രഭു, ക്ഷമിക്കണേ. താങ്ക് യു മാജി, താങ്ക് യു. ഒരു നല്ല റിയലൈസേഷൻ പറഞ്ഞത്. എനിക്ക് നാരായണതുറാന്തനെ കുറിച്ച് വലിയ അറിവില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു. താങ്ക് യു ഫോർ ദ പാർട്ടിസിപ്പേഷൻ. വളരെ നന്ദി മാജി. നമ്മുടെ പോയിന്റ് എന്തെന്ന് വെച്ചാല്, ആധ്യാത്മികമായ ഒരു വിഷൻ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭൗതികമായ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്ന തീം. അപ്പോൾ ഭൗതികമായ വീക്ഷണകോണ് മാത്രമുള്ള ആൾക്കാർക്ക് ആധ്യാത്മിക വിഷയത്തിനെ കുറിച്ച് യാതൊരു അറിവും ഇല്ലാതെ ഇരിക്കെ ഈ ഭൗതിക ലോകത്തിന് രക്ഷ പ്രാപിച്ച് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകണം എന്നതിനെ കുറിച്ച് പൂർണ്ണമായി അവർ അജ്ഞരായിരിക്കും. എന്നാൽ ആധ്യാത്മിക ലോകത്തിനെ കുറിച്ച് തത്വങ്ങൾ കണ്ട് മനസ്സിലാക്കിയ മുക്താത്മാക്കൾക്ക് ഈ ഭൗതിക ലോകം അല്ലാതെ ഒരു ആധ്യാത്മിക ലോകം ഉണ്ടെന്ന്, ഈ ഭൗതിക ലോകത്തിലെ ആൾക്കാർ യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുകയാണെന്ന് മനസ്സിലാക്കി ഇവിടെ നിന്നും അവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ ഇവരെ സഹായിക്കാം എന്നതിനെ കുറിച്ച് അവർക്ക് തീർച്ചയായിട്ടും സഹായിക്കാൻ പറ്റും. കാരണം അവര് കണ്ടിട്ടുണ്ട്, ആധ്യാത്മിക ലോകം കണ്ടിട്ടുണ്ട്, തത്വങ്ങൾ കണ്ടറിഞ്ഞു. തദ്വിധി പ്രണിപാതേന പരിപ്രഷ്ടേന സേവയ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശനഹ. ഈ തത്വം കണ്ട് അറിഞ്ഞ മുക്താത്മാക്കൾക്ക് ഈ തത്വം എന്തെന്നോ ഇങ്ങനൊരു ലോകം ഉണ്ടെന്നോ അറിഞ്ഞൂടാത്ത മറ്റുള്ള ബദ്ധാത്മാവിനെ സഹായിക്കാൻ കഴിയും. അപ്പൊ മുക്താത്മാക്കൾക്ക് മാത്രമേ ബദ്ധാത്മാവിനെ സഹായിക്കാൻ കഴിയൂ. വ്യാസദേവൻ ഒരു മുക്താത്മാവാണ്. അതുകൊണ്ട് തന്നെ ബദ്ധാത്മാവിന്റെ വേദനകൾ കണ്ടപ്പോൾ അദ്ദേഹം കരുണാമയനാവുകയും കൃപണവത്സൻ, അജ്ഞതയിലുള്ള ഈ ആൾക്കാരെ എങ്ങനെ പൊക്കിയെടുക്കാം എന്ന് കൃപണവത്സലൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ചിന്തിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതില് നാരായണതുറാന്തനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹവും കുറച്ചൊക്കെ തത്വം മനസ്സിലാക്കിയ വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഭൗതിക ലോകത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അത് വലത് കാലിലും വന്ന് ഇടത് കാലിലേക്ക്, ഇടത് കാലിലും വന്ന് വലത് ആക്കുന്നത് പോലെ ആർക്കും ഉപകാരമുള്ള കാര്യമല്ല, ഉപകാരമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നതെന്നും ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ട് നമ്മൾ സമയം കളഞ്ഞും എന്നും ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം നമുക്ക് ഒരു വലിയൊരു മെസ്സേജ് നൽകുന്നു. അപ്പൊ അദ്ദേഹം കുറച്ച് തത്വം മനസ്സിലാക്കിയ ആളാണ് എന്നാണ് നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ കഴിയും. എനിവേ, അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മുക്താത്മാവിനെ, ഒരു ബദ്ധാത്മാവിനെ എങ്ങനെ സഹായിക്കാൻ കഴിയും? വ്യാസദേവൻ കൃപണവത്സലനാണ്. അദ്ദേഹത്തിന് നമ്മളെ ബദ്ധാത്മാക്കളെ എങ്ങനെ സഹായിക്കാൻ കഴിയും? അത് എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, തത്വം മനസ്സിലാക്കിയ ആളിന് മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റൂ. ആധ്യാത്മിക തത്വം, ആധ്യാത്മികമായ വ്യക്തിത്വം, ആധ്യാത്മികമായ വിഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രമേ മറ്റുള്ള ഒരാളെ സഹായിക്കാൻ കഴിയൂ. അത് ഭൗതികമായ ഒരു രീതിയിൽ ഞാനൊന്ന് പറയാം. അതായത്, എനിക്ക് ഭഗവത്ഗീതയോട് ഇഷ്ടം തോന്നാൻ എനിക്ക് തുടക്കകാലത്ത് ഉണ്ടായ ഒരു ഏറ്റവും വലിയ ഒരു കാര്യം ഞാൻ ഇവിടെ ഷെയർ ചെയ്യുകയാണ്. ഞാനെന്നല്ല, പൊതുവെ എല്ലാ ആൾക്കാരും ഇസത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവും. ഉദാഹരണത്തിന് കമ്മ്യൂണിസം, മുതലാളിത്വം, പിന്നെ സോഷ്യലിസം,
പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഇസങ്ങൾ ഈ ലോകത്ത് നമ്മൾ ചെറുപ്പകാലത്ത് ആകർഷിക്കപ്പെട്ടു. ഈ സമൂഹത്തിന് വിപ്ലവം ഈ ലോകത്തിന് കീഴ്മേൽ മറിക്കണം, നമ്മുടെ യുവരക്തം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം, ലോകത്തിന്റെ നന്മയ്ക്ക്, ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു യുവത്വത്തിൽ എത്തുമ്പോൾ അത് വരും, സ്വാഭാവികമായിട്ട് അതിങ്ങനെ തിളച്ചു പൊങ്ങും. അപ്പൊ അങ്ങനെ ഞാൻ സ്വാഭാവികമായിട്ടും ഈ ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള വ്യത്യസ്ത ഫിലോസഫികളെ കുറിച്ച് ഒന്ന് ഗഹനമായി ചിന്തിക്കുകയും നല്ല നല്ല സംഘടനകളിൽ ഇറങ്ങി വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുകയും നല്ല ചൊറുചൊറുപ്പോടുകൂടി വന്ന ഒരു മാനസികാവസ്ഥ വന്ന ആ സമയത്ത് ഫോർച്ചുനേറ്റ്ലി ഞാൻ ഇസ്കോണിൽ വരാൻ എനിക്ക് കഴിഞ്ഞു. അപ്പൊ അവിടെ എനിക്ക് എന്റെ ശിക്ഷാഗുരു എനിക്കൊരു പോയിന്റ് പറഞ്ഞു തന്നത് എന്നെ വളരെ ചിന്തിപ്പിച്ചു. എന്തെന്ന് വെച്ചാല് അദ്ദേഹം പറഞ്ഞ വാക്ക്, ദീർഘകാലത്തിൽ നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു സാമൂഹിക മാറ്റം യഥാർത്ഥത്തിൽ വേണമെന്ന് നിങ്ങൾ വിചാരിക്കുമെങ്കിൽ അത് ഒരു ആധ്യാത്മികമായ വിഷൻ ഉള്ള ആൾക്ക് മാത്രമേ ദീർഘകാലം സമൂഹത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ മനസ്സിലായി. അതായത് സമൂഹത്തിൽ എന്തെങ്കിലും ദോഷം നമ്മൾ കണ്ടിട്ടാണല്ലോ നമ്മൾ വിപ്ലവം ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ആ വിപ്ലവത്തിന്റെ ഫലം ദീർഘകാലം സമൂഹത്തിന് കിട്ടണമെങ്കിൽ ആ വിപ്ലവം ഉണ്ടാക്കുന്ന ആളിന് എന്തുണ്ടായിരിക്കണം? ഒരു സ്പിരിച്വൽ വിഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു റിസൾട്ട് സമൂഹത്തിന് ദീർഘകാലം നിലനിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ താൽക്കാലികമായി പെട്ടെന്ന് റിസൾട്ട് കിട്ടും, പെട്ടെന്ന് അതിന്റെ ഗുണം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് ഗഹനമായി പഠിക്കുമ്പോൾ അത് പറഞ്ഞ് വളരെ സത്യമാണെന്ന് മനസ്സിലാവും. ഉദാഹരണത്തിന് ആ വാക്ക് ശ്രദ്ധിക്കുക, നമ്മുടെ ശിക്ഷാഗുരു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. സമൂഹത്തിൽ ഒരു ഗുണം ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ ആ ഗുണം ആ സമൂഹത്തിന് കൊടുക്കുന്ന വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ വിഷൻ ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ ആ ഗുണം സമൂഹത്തിന് ദീർഘകാലം എൻജോയ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് ചിന്തിച്ചിട്ട് നമ്മൾ ഈ ലോകത്തിന് നോക്കുമ്പോൾ ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു പരിവർത്തനം ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തലപ്പത്തുള്ള ആൾക്കാർക്ക് കുറച്ചെങ്കിലും, ഉദാഹരണത്തിന് നമുക്ക് ഈ ലോകത്തിന് കീഴ്മേൽ മറിച്ച ഒരു പ്രസ്ഥാനമായ കമ്മ്യൂണിസത്തിന്റെ കാര്യമെടുക്കാം. കമ്മ്യൂണിസം പറയുന്നത് ഈ ലോകത്തിലെ സർവ്വ സ്വത്തും ഗവൺമെന്റിൻ്റെതാണ്. നിങ്ങൾ ഈ ലോകത്തിലെ എല്ലാ ഫെസിലിറ്റീസും ഗവൺമെന്റ് തരുന്നതിന് എൻജോയ് ചെയ്തോളുക, കൂടുതലൊന്നും എടുക്കരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഗവൺമെന്റ് തരും, അത് മാത്രം നിങ്ങൾ എൻജോയ് ചെയ്യും. എല്ലാം ഗവൺമെന്റിന് മാത്രം സ്വന്തം, നമുക്ക് സ്വന്തം എന്നുള്ള ഒന്നുമില്ല. ഇതാണ് കമ്മ്യൂണിസ്റ്റിന്റെ യഥാർത്ഥ സിദ്ധാന്തം. ഗവൺമെന്റ് എന്നുള്ള വാക്കാണ് യഥാർത്ഥത്തിൽ അതില് കോറൽ മാക്സ് ആണ് അതിന്റെ ഉപജ്ഞാതാവ്. എന്നാൽ കമ്മ്യൂണിസം ഈ ലോകത്തിൽ വലിയ തരംഗം ഉണ്ടാക്കി എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ കോറൽ മാക്സ് ഈ സിദ്ധാന്തം എവിടെ നിന്ന് കോപ്പി അടിച്ചു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വാസുദേവ കുടുംബകം എന്നുള്ള വാക്കിനെ വെട്ടിയിട്ട് ഗവൺമെന്റിന് എഴുതി ചേർക്കുക മാത്രമേ കോറൽ മാക്സ് ചെയ്തുള്ളൂ. എല്ലാം വാസുദേവന് സ്വന്തം, അദ്ദേഹം തരുന്നത് മാത്രം നമ്മൾ ഉപയോഗിക്കുക, നമുക്ക് എന്നുള്ളത് ഒന്നുമില്ല, എല്ലാം ഭഗവാനെ സമർപ്പണം ചെയ്ത് ചെയ്യുക. ഇത് വാസുദേവ കുടുംബകം എന്നുള്ള ആധ്യാത്മികമായ ഒരു കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാടിനെ അല്ലേ കോറൽ മാർക്സ് ബുദ്ധിപൂർവ്വം വെട്ടി വാസുദേവ കുടുംബകം എന്നുള്ള വാക്കിനെ വെട്ടിയിട്ട് ഗവൺമെന്റിന് എഴുതി ചേർത്തു. അത്രയോ ചെയ്തുള്ളൂ. അത് ദീർഘകാല ചലനം ഈ ലോകത്തുണ്ടാക്കി. പേര് ഗവൺമെന്റ് നായെങ്കിലും ഫലത്തിൽ വാസുദേവ കുടുംബകം, എല്ലാം വാസുദേവന് മാത്രം സ്വന്തം, നമുക്ക് സ്വന്തമായി ഈ ലോകത്ത് ഒന്നുമില്ല, ശരീരം പോലും നമുക്ക് സ്വന്തമായിട്ടില്ല, ഇതെല്ലാം ഭഗവാൻ തന്നതാണ്, അത് നമ്മൾ തന്നത് നമുക്ക് വേണ്ടി തന്നത് മാത്രം ഉപയോഗിക്കുക, ബാക്കിയെല്ലാം അത് ഭഗവാന് തന്നെ സമർപ്പണം ചെയ്യുക, ഒന്നും നമ്മുടേതായി പ്രത്യേകം മാറ്റി വയ്ക്കാതിരിക്കുക, എല്ലാം കൃഷ്ണനെ സമർപ്പണം ചെയ്യുക എന്നുള്ള പൂർണ്ണമായും ഒരു സ്പിരിച്വൽ തത്വമാണ് കോറൽ മാർക്സ് ശരിക്കും കമ്മ്യൂണിസത്തിൽ ഈ ഒരു പേര് ചേഞ്ച് കൊണ്ട് രൂപീകരിക്കാൻ ശ്രമിച്ചത്. പകരം റിസൾട്ട് വളരെ നല്ല റിസൾട്ട് ആയിരുന്നു. കാരണം സ്വാർത്ഥത കൈവെടിഞ്ഞ് പരസ്പരം സഹകരിക്കുക എന്നുള്ള തത്വമെങ്കിലും ജനങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞു. എനിക്കെന്നും എന്റേതെന്നും പറയാതെ പരസ്പരം കൈകോർത്ത് സഹകരിക്കാൻ ആൾക്കാർക്കുള്ള മാനസികാവസ്ഥ ഈ തത്വത്തിന്റെ ഭാഗിക ആവിഷ്കരണം കൊണ്ട് കോറൽ മാർക്സിന് നേടാൻ കഴിഞ്ഞു. അപ്പൊ ഈ ലോകത്തിലെ ഏത് നന്മയായിട്ട് ജനങ്ങൾക്ക് ദീർഘകാലം കിട്ടണമെങ്കിൽ
അതിൽ ചെറിയ ഒരു ടച്ചെങ്കിലും സ്പിരിച്വൽ ടച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നന്മയായിട്ട് ലോകത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതിന്റെ ഏറ്റവും പ്രാക്ടിക്കൽ തെളിവ് ഈ ഒരു തത്വത്തിൽ നിന്ന് മാത്രം നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അത് എൻ്റെ ശിക്ഷാഗുരു പണ്ട് പറഞ്ഞത് പിന്നെ എനിക്ക് ആ അനുഭവത്തിലൂടെ ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കിയപ്പോൾ അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നുള്ളത് ഈ അവസരത്തിൽ ഭക്തജനങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തോളാം. പിന്നെ ഉള്ളത് ദീർഘകാലം നിലനിൽക്കുന്ന സാമൂഹ്യ മാറ്റം. അപ്പൊ ദീർഘകാലമായി എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമുക്ക് ആത്യന്തികമായ ഗുണത്തിന് വേണ്ടി എന്നാണ് അർത്ഥം. ഈ ലോകത്തിൽ, ഭൗതിക ലോകത്തിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം താൽക്കാലിക സുഖത്തിന് വേണ്ടിയാണ്. അത് സ്പിരിച്വലിസം അല്ല, അത് മെറ്റീരിയലിസമാണ്. എന്നാൽ വ്യാസദേവൻ, കൃപണവത്സലനായ വ്യാസദേവൻ ഇവിടെ നമുക്ക് താൽക്കാലിക ശാന്തി തരാനല്ല ആഗ്രഹിക്കുന്നത്. കൃപണവത്സലനായ ഭഗവാൻ വ്യാസൻ അജ്ഞരോട് അതീവ കൃപാലുവായ അദ്ദേഹം ദീർഘകാലം എന്നേക്കുമായി ഗുണമുള്ള ഗുണം എങ്ങനെ ഇവർക്ക് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇവിടെ ചിന്തിക്കുന്നത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു മാമനും ഒരു അമ്മയും മക്കളെ വളർത്തും പോലെയാണ്. മാമൻ മക്കൾക്ക് എന്ത് മേടിച്ചു കൊടുക്കും? മുട്ടായി മേടിച്ചു കൊടുക്കും, ചോക്ലേറ്റ്സ് മേടിച്ചു കൊടുക്കും. പക്ഷെ അമ്മ ചോക്ലേറ്റ് മക്കൾക്ക് ഉടനെ മേടിച്ചു കൊടുക്കും. കാരണം എന്ത്? കാരണം ചോക്ലേറ്റ് റെഗുലറായിട്ട് കഴിച്ചാൽ മക്കളുടെ പല്ലില്ലാതാവും, ഭാവിയിൽ പല്ലില്ലാതായി പോവും, മക്കൾ കഷ്ടപ്പെടുമെന്ന് അമ്മയ്ക്കറിയാം. എന്നാൽ മാമൻ കാണിക്കുന്നത് സ്നേഹം തന്നെയാണ്, പക്ഷെ ആത്യന്തികമായി മക്കൾക്ക് അത് ഉപകാരപ്പെടുന്നില്ല, താൽക്കാലിക ശാന്തി നൽകപ്പെടും. അതേപോലെ ഭൗതിക ലോകത്തിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയാണെങ്കിൽ അത് താൽക്കാലികമായ ഒരു സഹായം മാത്രമേ ആവത്തുള്ളൂ. ഉടുപ്പിൽ നിന്നുള്ള അഴുക്ക് തട്ടിക്കളയുന്നതും നിഴലിനെ സഹായിക്കുന്ന പോലെയാണ്. എന്നാൽ ആത്യന്തികമായി നമുക്ക് ശരിക്കും ഉപകാരപ്പെടണമെങ്കിൽ അത് തത്വം, ആധ്യാത്മികമായ വിഷനുള്ള തത്വം കണ്ടറിഞ്ഞ ബദ്ധാത്മാവിന് മാത്രമേ മുക്താത്മാവിന് മാത്രമേ ഒരു ബദ്ധാത്മാവിനെ സഹായിക്കാൻ കഴിയൂ. അവരെയാണ് ആചാര്യന്മാരെന്ന് പറയും. ആചാര്യന്മാര് കാലത്തിന്റെ സ്വാധീനം കൊണ്ട് എന്ത് കുറവുകളാണോ ഉണ്ടായിട്ടുള്ളത് അതിനെ ചികിത്സിച്ച് മാറ്റാൻ കഴിവുള്ളവരാണ് ആചാര്യന്മാർ. മുനിമാരെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആചാര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുനി എന്ന് പറഞ്ഞാൽ സമസ്ത ജീവജാലങ്ങൾക്കും നന്മ വരണമേ എന്ന് ചിന്തിക്കുന്നവരാണ് മുനിമാർ. അത് മനുഷ്യന് മാത്രമല്ല, 33 കോടി ദേവന്മാരും 84 ലക്ഷം ജീവശരീരത്തിലുള്ള ബദ്ധജീവാത്മാക്കളും ഉപരിലോകങ്ങളിലും അധമലോകങ്ങളിലും ഉള്ള അന്തേവാസികളും കിന്നരന്മാര്, ഗന്ധർവന്മാര്, പിന്നെ കിംപുരുഷന്മാര്, പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, നാഗലോകത്തിലെ ആൾക്കാർ. ഇവർക്ക് എല്ലാവർക്കും നന്മ വരണമേ എന്ന് ചിന്തിക്കുന്നവരാണ് മുനിമാർ. അപ്പൊ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ശരിക്കും ആഗ്രഹിക്കുന്ന ആൾക്കാർ. 84 ലക്ഷം ജീവശരീരങ്ങളിലും ഉള്ള സ്ഥാവരങ്ങള്, ഏഴജന്തുക്കള്, കൃമികള്, കീടങ്ങള്, പർവ്വതങ്ങള്, പറവകള്, ഏഴജന്തുക്കള്, നാൽക്കാലികള്, കൃമികൾ, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് മുനിമാർ. എന്നാൽ ആചാര്യന്മാരാരാണ്? ആചാര്യന്മാരാരെന്ന് ചോദിച്ചാൽ കാലത്തിന്റെ സ്വാധീനം കൊണ്ട് എന്തെങ്കിലും നന്മ ഈ ലോകത്തിൽ ഉണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരാണ് ആചാര്യന്മാരെന്ന് പറയുന്നത്. അങ്ങനെ ആർക്കാണ് റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്നത്? അത് ഒരു കഥയോടുകൂടി നമുക്ക് സംസാരിക്കാം. എങ്ങനെയെന്ന് വെച്ചാല് നമുക്ക് ഈ ലോകത്തിൽ കാണാൻ കഴിയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഈ ലോകത്തിൽ പ്രധാനമായിട്ട് 2 ടൈപ്പ് ആൾക്കാരുണ്ടെന്ന് വേണം പറയാൻ. ഏതൊരു സ്ഥാപനത്തിലും, നമ്മുടെ വീട്ടിലും, നാട്ടിലും, സമൂഹത്തിലും, പൊളിറ്റിക്സിലും, സിനിമയിലും, ബിസിനസ് ഫീൽഡിലും, ജോബ് സെന്ററുകളിലും എല്ലായിടത്തും 2 ടൈപ്പ് ആൾക്കാർ ഉണ്ട്. ഒരു ആംഗിൾ എന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരും, ഒന്ന് ലിബറൽ ആയിട്ടുള്ള ആൾക്കാർ. ഇത് എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ലിബറൽ ആയിട്ടുള്ള ആൾക്കാരും ഈ ലോകത്തും. അപ്പൊ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് നമ്മൾ മൂല്യം കൈവിടാൻ പാടില്ല, മൂല്യം കൈവിടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ അല്പം ലിബറലായ ഈ മൂല്യത്തിൽ ച്യുതി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ സ്ട്രിക്റ്റിലാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഭാഷ്യം. ലിബറൽ ആയിട്ടുള്ള ആൾക്കാർ എന്താണ് പറയുന്നത്? റൂൾസ് ആൻഡ് റെഗുലേഷൻ കൊണ്ടുവന്ന് ആൾക്കാരെ വിഷയത്തിൽ നിന്ന് അകറ്റുന്നതിനേക്കാളും കുറച്ചൊക്കെ ലിബറൽ ആയിക്കൂടെ, ആൾക്കാരെ നമുക്ക് ഒന്ന് എൻഗേജ് ചെയ്യിപ്പിച്ചൂടെ, ആളെണ്ണം കൂട്ടിക്കൂടെ, പാർട്ടിസിപ്പേഷൻ കൂട്ടിക്കൂടെ എന്നൊക്കെയാണ് ലിബറൽ ആയിട്ടുള്ള ആൾക്കാർ. അത് സാരമില്ല, വിട്ടേ, കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തോളൂ
എന്നൊക്കെ പറയുന്നത് ലിബറൽ ആയിട്ടുള്ള ആൾക്കാരുടെ രീതികളാണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഈ സമൂഹത്തിന് ആവശ്യമാണ്, ലിബറൽ ആയിട്ടുള്ള ആൾക്കാരും സമൂഹത്തിന് ആവശ്യമാണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാര് മൂല്യച്യുതി ഇല്ലാതെ ഈ സമൂഹത്തിനെ സംരക്ഷിക്കുമ്പോൾ ലിബറൽ ആയിട്ടുള്ള ആൾക്കാര് ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നു. ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ പുതിയ പുതിയ പരിപാടി. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പുതിയ പരിപാടിയൊന്നും ചിന്തിച്ച് തലപോയിക്കത്തില്ല, പഴയത് അതേപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റേ കുതിരയ്ക്ക് ലാടം കിട്ടിയതുപോലെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ലിബറൽ ആൾക്കാരാണ് ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരുന്നത്. ഇന്നോവേറ്റീവ് ഐഡിയാസ്. എന്നാൽ ഈ ഇന്നോവേറ്റീവ് ഐഡിയാസ് മൂല്യത്തിൽ നിന്നും മാറിപ്പോവുകയാണെങ്കിൽ അതുകൊണ്ട് എന്ത് ഗുണം? ഏതൊരു സ്ഥാപനത്തിൽ ഒരു മൂല്യങ്ങൾ ഉണ്ടായിരിക്കും, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് പൂർണ്ണമായി അകന്നു പോകുന്ന രീതിയിലുള്ള ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അത്രയും ലിബറൽ ആവാൻ പാടുമില്ല. എന്നാൽ ഒരേ സമയത്ത് സ്ട്രിക്റ്റും അതേ സമയത്ത് ലിബറലുമായ ഒരു മാനേജർ ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? ഒരേ സമയത്ത് സ്ട്രിക്റ്റും ഒരേ സമയത്ത് ലിബറലുമായ മൂല്യച്യുതി വരാത്ത രീതിയിലുള്ള ഇന്നോവേഷൻസ് അഡോപ്റ്റ് ചെയ്യാൻ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരികയും അറ്റ് ദ സെയിം ടൈം മൂല്യത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ അതിനെ മുറുകെ പിടിക്കുകയും മോഡേൺ ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് മൂല്യാധിഷ്ഠിതമായ മോഡേൺ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമാകുന്ന ഒരു പോസിറ്റീവ് ചിന്താഗതിയുള്ള ഒരു മാനേജർ ആ സ്ഥാപനത്തിൽ ഉപകാരപ്പെടുമോ ഇല്ലയോ? തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പൂർണ്ണമായും ടെക്നോളജിയെ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഒന്നും ഞാൻ തിരിഞ്ഞു നോക്കൂല എന്ന് പറയുന്നതിനേക്കാളും മൂല്യാധിഷ്ഠിതമായ മോഡേൺ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബുദ്ധിയും കഴിവും ഒക്കെ ഉള്ള ഒരു ലീഡറിനെ, ഒരു മാനേജറിനെ അല്ലേ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം? അതല്ലേ സക്സസിന് ഉള്ള ഫോർമുല? എല്ലാത്തിനും നല്ലതുണ്ടല്ലോ, അതെന്തുകൊണ്ട് മൂല്യച്യുതി ഇല്ലാത്ത രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ അഡോപ്റ്റ് ചെയ്തുകൂടാ? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആചാര്യന്മാര് എന്തു ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആചാര്യന്മാര് അങ്ങനെയാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. ഒരേ സമയത്ത് കാലത്തിന്റെ സ്വാധീനം കൊണ്ടുണ്ടാവുന്ന മൂല്യച്യുതികളെ മനസ്സിലാക്കി മൂല്യത്തിനെ കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഓരോരുടെയും മാനസികാവസ്ഥ പരിഗണിച്ച് നമ്മുടെ ലോകത്തിൽ ഇറങ്ങി വന്ന് നമ്മളിൽ ഒരാളായി നിന്ന് നമ്മുടെ വിശ്വാസം നേടിയെടുത്ത് നമ്മുടെ ഭാഷ പഠിച്ച് നമുക്ക് മനസ്സിലാവുന്ന ഉദാഹരണം നമുക്ക് പറഞ്ഞു തന്ന് നമ്മളിൽ ഒരാളായി, നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ചിരിച്ച്, നമ്മൾ വിഷമിക്കുമ്പോൾ നമ്മളോടുകൂടി ദയോടുകൂടി കാരുണ്യത്തോടുകൂടി നമ്മളെ സ്പർശിച്ച് നമ്മളെ പതുക്കെ പതുക്കെ സ്നേഹം കൊടുത്ത് ഉയർത്തി കൊണ്ടുവരുന്ന വലിയ സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ് ആചാര്യൻ. അത് ഭഗവാൻ നിയോഗിച്ച ആൾക്കാർ. ഭഗവാൻ പറയുന്നുണ്ട്, പരിത്രാണായ സാധൂന വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. പിന്നെ ഭഗവാൻ വേറൊരു ശ്ലോകം പറയുന്നുണ്ട്, യുഗം തോറും ഞാൻ സംഭവാമി യുഗം തോറും ഞാൻ അവതരിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്തിന്? എന്റെ ഭക്തന്മാരെ സംരക്ഷിക്കാൻ, ദുഷ്കരികളെ നിഗ്രഹിക്കാൻ യുഗം തോറും അവതരിച്ചു കൊണ്ടേ ഇരിക്കാൻ. കാരണം എന്ത്? അവതരിച്ചു കൊണ്ടേയിരിക്കുക. യുഗം തോറും എന്ന് പറയുമ്പോൾ, യുഗം എന്ന് പറയുമ്പോൾ തന്നെ അതിന് കാലത്തിന്റെ സ്പർശനമായി. കാലം സ്പർശിച്ചു കഴിഞ്ഞാൽ എല്ലാ യുഗത്തിലും അധർമ്മമുണ്ട്, അതുകൊണ്ടാണ്. അതെ, മൂലച്യുതി ഉണ്ടാകും. മൂലച്യുതി ഉണ്ടാകുമ്പോൾ അതിനെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴാണ് ഭഗവാൻ വീണ്ടും വീണ്ടും അത് ചെയ്യേണ്ടത്. കാലത്തിന്റെ സ്വാധീനം നശിപ്പിക്കുക എന്നുള്ളതാണ് കാലത്തിന്റെ ഡ്യൂട്ടി, ഇല്ലാതാക്കുക എന്നുള്ള. പട്ടാളത്തിന്റെ ഡ്യൂട്ടി ബോംബ് പൊട്ടിക്കുക എന്നുള്ളതാണ്. പട്ടാളത്തിന്റെ ഡ്യൂട്ടി സ്ഫോടനം നടത്തുക എന്നുള്ളതാണ്. അതിലൂടെ പലതും പഠിപ്പിക്കാനാണ് ചെയ്യുന്നത്. പക്ഷെ സ്ഫോടനം നടത്തുക എന്നുള്ളതാണ് പട്ടാളത്തിന്റെ ഡ്യൂട്ടി എന്നതുപോലെ, വെടിവെക്കുക എന്നുള്ളതാണ് പട്ടാളത്തിന്റെ ഡ്യൂട്ടി എന്നതുപോലെ ഭഗവാന്റെ മിലിറ്ററി ആണ് കാലം. അപ്പൊ അതിൽ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും, അപ്പൊ ഈ ച്യുതി ഉണ്ടാവും, നാശങ്ങൾ ഉണ്ടാവും. അതിനെ റീ എസ്റ്റാബ്ലിഷ് ചെയ്ത് ജനത്തിന്റെ നന്മ ഉറപ്പുവരുത്തുകയാണ് വീണ്ടും വീണ്ടും ഭഗവാൻ അവതരിക്കുന്നതിന്റെ ഉദ്ദേശം. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, 1-ാം ശ്ലോകത്തില് ശ്രീ ഭഗവാൻ പറഞ്ഞു, സനാതനമായ ഈ യോഗത്തെ എന്ന് വെച്ചാൽ ഭഗവാനെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഈ ആധ്യാത്മിക പദ്ധതിയെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വന് ഉപദേശിച്ചു. വിവസ്വൻ മനുഷ്യവംശ പിതാവായ മനുവിനും മനു ഇർഷോവിനും ഉപദേശിച്ചു. ശ്രീമദ് ഭഗവത്ഗീത 4:1. പിന്നെ പറയുന്നു 4:2 ഏവം പരമ്പരാപ്രാപ്തി. അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു. കാലക്രമേണ ആ പരമ്പര ശൃംഖല മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടപ്രായമാവുകയും ചെയ്തു. അതുകൊണ്ട് 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, 4:3 പറയുന്നു, നീ എന്റെ ഭക്തനും മിത്രവും ആയതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത്.
അതുകൊണ്ട് അതീന്ദ്രമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട്. ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നമുക്ക് രണ്ട് കഴിവ് വേണം. ഒന്ന്, നമ്മൾ ഭക്തനായിരിക്കണം. രണ്ട്, നമ്മൾ ഭഗവാന്റെ മിത്രമായിരിക്കും. ഈ രണ്ട് ക്വാളിറ്റി ഉള്ള ഭൗതിക ലോകത്തിലുള്ള ബദ്ധാത്മാക്കൾക്ക് ഈ ഒറ്റപ്പെട്ട ഭൗതിക ലോകത്തിൽ നിന്നും ആധ്യാത്മിക ലോകത്തിലേക്ക് നമുക്ക് ഈ ഗുപ്തജ്ഞാനം അങ്ങോട്ട് പോകാനുള്ള അറിവ് ഭഗവാൻ പകർന്നു നൽകും. ഭഗവാന്റെ ലോകത്തിനെ കുറിച്ചുള്ള അറിവ് ഭഗവാന്റെ ഭക്തനിലൂടെ നമുക്ക് കിട്ടും. പക്ഷെ നമുക്കുണ്ടായിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നമ്മൾ ഭഗവാന്റെ ഭക്തന് മിത്രവുമായിരിക്കാം. അപ്പൊ അതിന് വേണ്ടിയാണ് ഭഗവാൻ ഭൗതിക ലോകത്തില് ആധ്യാത്മികമായ ആചാര്യന്മാരെ ബദ്ധാത്മാക്കളെ രക്ഷിക്കാൻ മുക്താത്മാക്കളെ ഇങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ അയക്കുന്ന ആൾക്കാർക്ക് ഭൗതിക ലോകത്തിൽ കഷ്ടപ്പെടുന്നത് നമ്മളെ കാണുമ്പോൾ അവർക്ക് കാരുണ്യം ഉണ്ടാവും. കാരണം നമ്മൾ അജ്ഞതയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അവരെ കൃപണവത്സലൻ എന്ന് പറയുന്നത്. അവരോട് കാരുണ്യം കാണിക്കുക. അങ്ങനെയാണ് വ്യാസദേവൻ കാരുണ്യം നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഈ ഗുപ്തജ്ഞാനം ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്ന ഗുപ്തജ്ഞാനം. അപ്പോൾ ഒരു പാലം ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് ബന്ധിപ്പിക്കും. അതാണല്ലോ പാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കരയിൽ നിന്ന് അപ്പുറത്ത് നമുക്ക് പോകാൻ എളുപ്പമാണ്. അപ്പൊ ഭൗതിക ലോകത്തിലുള്ള നമ്മളെ ആധ്യാത്മിക ലോകത്തിലേക്ക് ഒരു പാലം കെട്ടി നമ്മളെ സംരക്ഷിച്ച് അങ്ങോട്ട് എത്തിക്കാനുള്ള ജോലിയാണ് ഈ ആചാര്യന്മാര് ചെയ്യുന്നത്. അങ്ങനെ ഈ ആചാര്യന്മാര് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ കാലമനുസരിച്ചുള്ള മാറ്റങ്ങൾ അനുസരിച്ചുള്ള ഉപദേശങ്ങൾ തരാൻ അവര് താഴോട്ടിറങ്ങി വരും. ഉദാഹരണത്തിന് നമുക്ക് ഭാഗവതം വേണമെങ്കിൽ എന്ന് ശ്രീധര സ്വാമികളും അല്ലെങ്കിൽ നമ്മുടെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറയും സനാതന ഗോസ്വാമിയും ഒക്കെ എഴുതിയ ഭാഗവതം ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ പിന്നെ എന്തിനാണ് ശ്രീല പ്രഭുപാദർ ഭാഗവതം എഴുതിയത്? ഭാഗവതം എഴുതിയാൽ അത് നമ്മൾ രണ്ടും കൂടെ ഇംഗ്ലീഷിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. ഭഗവാന്റെ കൃപ കൊണ്ട്, ഭക്തന്മാരുടെ കൃപ കൊണ്ട്, ആചാര്യന്മാരുടെ കൃപ കൊണ്ട് ഇതെല്ലാം ഇംഗ്ലീഷ് ഭാഷയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. സംസ്കൃതത്തിൽ മാത്രം, ബംഗാളിൽ മാത്രം അല്ല. അപ്പൊ ഇത് നമ്മളൊരു കമ്പാരിറ്റീവ് സ്റ്റഡി ആയിട്ട് പഠിച്ചു നോക്കുമ്പോൾ വലിയ ഒരു വ്യത്യാസമുണ്ട്. അതാണ് പറഞ്ഞു വരുന്നത്. എന്തെന്ന് വെച്ചാല് അന്നത്തെ ഉദാഹരണം ഇന്നത്തെ ഉദാഹരണവും അന്നത്തെ എക്സാമ്പിളും ഇന്നത്തെ എക്സാമ്പിളും അന്നത്തെ ഗുണപാഠവും ഇന്നത്തെ ഗുണപാഠം തമ്മിൽ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. പണ്ട് ക്യാമറ എന്ന് പണ്ട് മെഴുകുതിരി എന്ന് പറഞ്ഞ് ഉദാഹരണം പറഞ്ഞ സ്ഥലത്ത് ഇന്ന് ഇലക്ട്രിക് ലൈറ്റ് എന്ന് പറയേണ്ടി വരും. അന്ന് ഇതേപോലെ ക്യാമറ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആൾക്കാർക്ക് അറിഞ്ഞേ കൂടാ. ഇന്ന് ക്യാമറ എന്ന് പറഞ്ഞാലും അറിഞ്ഞൂടാ. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാലേ അറിയാവൂ. മൊബൈൽ ഫോൺ വന്നതോടുകൂടി ഏകദേശം ഒരു 30ഓളം ഉപകരണങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അന്നത്തെ കാലത്ത് ഈ ഭാഗവത്തിന് തർജ്ജമ ചെയ്ത സമയത്ത് മൊബൈൽ ഫോണും ഈ 30 ഉപകരണങ്ങളും ഇല്ലാത്തൊരു കാലഘട്ടമായി. അപ്പൊ അന്നത്തെ ഉദാഹരണം അന്നത്തെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റിനെ കുറിച്ചും സൂമിനെ കുറിച്ചും ഒക്കെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ കാലത്തുള്ള ആൾക്കാർക്ക് മൊബൈൽ ഫോണിനെ കുറിച്ച് ഉദാഹരണം പറയേണ്ടി വരും. ടിവിയെ കുറിച്ച് കണക്ട് ചെയ്ത് ഉദാഹരണം പറയേണ്ടി വരും. ക്രിക്കറ്റിനെ കുറിച്ച് കണക്ട് ചെയ്ത് ഉദാഹരണം പറയേണ്ടി വരും. അപ്പൊ ഇതൊക്കെ അന്നത്തെ കാലത്ത് ഇല്ലാത്ത ഒരു സംഭവമായിരുന്നു. അന്നത്തെ കാലത്താണ് ഭാഷ്യം വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറും മറ്റുള്ള ആചാര്യന്മാരൊക്കെ എഴുതിയത്. അപ്പൊ അന്നത്തെ കാലത്തുള്ള ആ പുസ്തകം എടുത്ത് നമ്മൾ ഇന്ന് വായിച്ചു നോക്കുമ്പോൾ ഇന്നത്തെ നമ്മൾ ജീവിക്കുന്ന ലോകവുമായിട്ട് അതിനെ ഒരു ബന്ധവുമില്ലാത്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് അതാത് കാലത്ത് ഓരോ ആചാര്യന്മാരും വന്ന് അവർ കൃപണവത്സലനായ വ്യാസദേവനെ പോലുള്ള ആൾക്കാർ ഇറങ്ങി വന്ന് നമുക്ക് മനസ്സിലാവുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉദാഹരണം സഹിതം ഭാഗവതം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഹരേ കൃഷ്ണ പ്രഭു, സോറി ഫോർ ദി ഇന്റർപ്രിട്ടേഷൻ. അതായത് പ്രഭു പറഞ്ഞ പോലെ നമ്മുടെ ഈ പഴയ ഇതില് വന്നിട്ട് അമ്മയാണ് ഉത്തരവാദിത്തം, അച്ഛൻ ആരാണെന്ന് പറയുന്നത് അല്ലാതെ വേറെ ആരും പറയാൻ പറ്റൂല എന്ന് നമ്മളുടെ ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞാൽ നമുക്ക് DNA ഉണ്ടല്ലോ എന്നും പറയും. DNA ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആരാണ് അച്ഛൻ. അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇപ്പോ പ്രഭു പറയുന്ന പോലെ അതൊരു എക്സാമ്പിൾ ആണ് പ്രഭു. ഹരേ കൃഷ്ണ. കണ്ട. അപ്പൊ അന്നത്തെ കാലത്ത് സ്വപ്നം പോലും കാണാത്ത രീതിയിലാണ് ഇന്നത്തെ കാലത്ത് ആൾക്കാർ ചിന്തിക്കുന്നത്. എന്നാൽ ജന്മമൃത്യു ജരാവ്യാധി ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്. അപ്പൊ തത്വം മാറിയിട്ടില്ല, പ്രശ്നങ്ങൾ മാറിയിട്ടില്ല. അപ്പൊ ടെക്നോളജി വന്നതുണ്ടെന്ന് പറഞ്ഞാലും ടെക്നോളജി കണ്ടുപിടിച്ച ആള് 45 വയസ്സിൽ അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട്. അപ്പോ പ്രശ്നം അന്നും ഇന്നും സെയിം ആണ്. ഫെസിലിറ്റി കുറച്ച് കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോ ആചാര്യന്മാർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാല് ഒരേ സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ മാനേജറിന്റെ ക്വാളിറ്റി പോലെ മൂല്യ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് തന്നെ
ലിബറൽ ആയിട്ടുള്ള ഇന്നോവേഷൻസ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നവരെയാണ് ആചാര്യന്മാരെന്ന് പറയുന്നത്. അവർക്ക് മൂല്യം, തത്വം കണ്ടറിഞ്ഞവരായിരിക്കണം. ഈ വഴി പോണ ആൾക്കാർ ലിബറൽ ആയത് കൊണ്ട് ജനത്തിന് ഗുണം കിട്ടത്തില്ല. മൂല്യത്തിൽ നിന്നാൽ മാത്രമേ ഗുണം കിട്ടത്തുള്ളൂ. എന്നാൽ മൂല്യത്തിൽ ഉറച്ചു നിന്ന് പണ്ടത്തെ ലോകത്തിലെ നിന്നാൽ ഇന്നത്തെ ഉദാഹരണമോ ഇന്നത്തെ ഫെസിലിറ്റിയോ ഇന്നത്തെ ആൾക്കാരുടെ രീതികളോ ഇന്നത്തെ ഉദാഹരണങ്ങളോ മൈൻഡ് ചെയ്യാതെ പണ്ടത്തെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആൾക്കാർക്ക് അത് മനസ്സിലാവത്തില്ല, ഉപകാരപ്പെടത്തില്ല, അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒരേ സമയത്ത് രണ്ടും ബാലൻസ് ചെയ്യണം. അതാണ് ആചാര്യന്മാർ ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് ആചാര്യന്മാരെ ഭഗവാൻ ഈ ലോകത്ത് അയക്കുന്നത്. അപ്പോ മനസ്സിലാക്കേണ്ടത് ലിബറൽ എന്ന് പറഞ്ഞ് മൂല്യത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോകുന്ന രീതിയിലുള്ള ലിബറലൈസേഷൻ കൊണ്ടുവന്ന ആളുടെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ വഴിതെറ്റി പോകും. എന്നാൽ മൂല്യം എന്ന് പറഞ്ഞ് പിടിച്ച പിടിയിൽ നിന്ന ആൾക്കാരെ കൂടെ പോകുമ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് മനസ്സിലാവൂല. നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്, അദ്ദേഹം ആ ലോകത്താണ് ജീവിക്കുന്നത് കൊണ്ട്. എന്നാൽ ഈ രണ്ടും ബാലൻസ് ചെയ്ത് നമ്മളെ മനസ്സിലാക്കി തരിക എന്നുള്ള ഒരു വലിയ ടാസ്ക് ആണ് ആചാര്യന്മാർ ചെയ്യുന്നത്. കാരണം നമുക്ക് ABCD അറിഞ്ഞൂടാത്ത ഒരു കാലത്തിനെ കുറിച്ച്, ജന്മമൃത്യു ജരാവ്യാധി ആകുന്ന ഒരു ഭാഷ മാത്രം അറിയാവുന്ന ആൾക്കാർക്ക്, കാമത്തിന്റെ ഭാഷ മാത്രം അറിയാവുന്ന ആൾക്കാർക്ക് പ്രേമത്തിന്റെ ഭാഷ, ഭക്തിയുദ്ധ ഭഗവത് സേവനത്തിന്റെ ഭാഷ നമ്മളിൽ ഒരാളായി നിന്നുകൊണ്ട് പഠിപ്പിച്ചു തരിക എന്നുള്ള വലിയ ടാസ്ക് ഏറ്റെടുക്കുന്നവരെയാണ് ആചാര്യന്മാരെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ശ്രീല പ്രഭുപാദർ നമ്മുടെ കൺമുമ്പിൽ വന്ന വ്യക്തിത്വം, നമ്മുടെ കൺമുമ്പിൽ ഇറങ്ങി വന്ന വ്യക്തിത്വം. നമ്മുടെ ഇദ്ദേഹം പറയുകയാണ്, നമ്മുടെ ഒരു ലെക്ചറിൽ നമ്മുടെ രാധാ ഗോപിനാഥ് പ്രഭു പറയുകയാണ്, ചൗപ്പാത്തിരമ്പിളിലെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ഹിസ് ഹോൾനെസ് രാജനാഥ് സ്വാമി മഹാരാജ് വൃന്ദാവന ധാമിലേക്ക് പോയപ്പോൾ വൃന്ദാവൻ എന്ന് പറയുന്ന ഒരു സാധാരണ സ്ഥലം പോലെ ആൾക്കാർ അവിടെ ജീവിച്ചിരുന്നു. എന്നാൽ ശ്രീല പ്രഭുപാദന്റെ യുഗത്തിന് ശേഷം വൃന്ദാവനത്തിന് ഇത്രയും പ്രാധാന്യം വന്നു എന്നാണ് പറയുന്നത്. കാരണം എന്ത്? ആ ആചാര്യൻ വന്ന് നോക്കിയപ്പോ വൃന്ദാവനത്തിന് ആൾക്കാർ സാധാരണ ഒരു സ്ഥലം പോലെ പരിഗണിക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ വൃന്ദാവനം സാധാരണ സ്ഥലമാണോ? ഭൗതിക ലോകത്തിലെ ആധ്യാത്മിക ലോകത്തിന്റെ റിഫ്ലക്ഷൻ ആണ് വൃന്ദാവന ധാം. അപ്പൊ ആ ആചാര്യൻ അത് കാണാം, നമുക്കൊന്നും കണ്ടുകൂടാ. അപ്പൊ ആചാര്യൻ വന്ന് ഇറങ്ങി നമ്മളുടെ ഓരോരുത്തരടുത്തും ആ ദിവ്യമായ രഹസ്യം പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി വന്നപ്പോഴാണ് നമ്മൾ ആ ഡാമിനെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇന്ന് അദ്ദേഹം ഇവിടുന്ന് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി, എന്നിട്ട് ലോകം മുഴുവനും സഞ്ചരിച്ചു, ശ്രീമദ് ഭാഗവതത്തിനെ പ്രചരിപ്പിച്ചു. ഈ ഭൗതിക ലോകത്തിലെ ഭഗവാന്റെ ധാമമായ, ഭഗവാന്റെ ദിവ്യ പാദസ്പർശനം പതിഞ്ഞ മണ്ണായ വൃന്ദാവന ധാമത്തിന്റെ മഹിമകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ശ്രീല പ്രഭുപാദരാകുന്ന ആചാര്യനാണ്. ഒരു ആചാര്യൻ വിചാരിച്ചാൽ ലോകത്തിൽ ചലനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് രാധാനാഥ് സ്വാമി മഹാരാജ് അദ്ദേഹത്തിന്റെ ജേണി വിത്തിൻ ജേണി വിത്തിൻ എന്നും ജേണി ഹോം എന്നുള്ള 2 പുസ്തകത്തിൽ ശ്രീല പ്രഭുപാദർ ആകുന്ന ആചാര്യന്റെ മഹത്വത്തിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ആചാര്യന്മാരുടെ ജോലി അതാണ്. വഴിതെറ്റി പോകുന്ന, ഭൗതികമായ രീതിയിൽ വഴിതെറ്റി പോകുന്ന ആൾക്കാർക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി ഭൗതിക ലോകത്ത് നിന്നും ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ സഹായിക്കുകയാണ് ഒരു ആധ്യാത്മികമായ വീക്ഷണകോണുള്ള ഒരു ആചാര്യൻ ചെയ്യുന്നത്. അതേ ഒരേ സമയത്ത് മൂല്യം എന്താണെന്ന് വ്യക്തമായ ധാരണയും ഉണ്ടായിരിക്കും, തത്വം നന്നായി ആധ്യാത്മിക തത്വം നന്നായി ഗ്രഹിച്ചിരിക്കുന്ന ആളായിരിക്കും. അറ്റ് ദ സെയിം ടൈം അത് വളരെ ലിബറലും ആയിരിക്കും. അദ്ദേഹം ഇറങ്ങി വന്ന് നമ്മളിൽ ഒരാളായി നമ്മുടെ ഭാഷ പഠിച്ച് നമുക്ക് മനസ്സിലാവുന്ന ഉദാഹരണ സഹിതം നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ അത് ഇറങ്ങി വന്ന് നമ്മളെ കൈപിടിച്ച് ഉയർത്തി സ്നേഹം തന്ന് ഉയർത്തിക്കൊണ്ടു പോകുന്ന ആളുമായിരിക്കും. ഒരേ സമയത്ത് അദ്ദേഹം വളരെ സ്ട്രിക്റ്റുമാണ്, അതേ സമയത്ത് അദ്ദേഹം വളരെ കമ്പാഷനേറ്റും ലിബറലുമാണ്. അങ്ങനെയുള്ള പ്രിയപ്പെട്ട ശ്രീല പ്രഭുപാദറിന്റെ ഉത്തമ ശിഷ്യന്മാരിൽ ഒരുപാട് ആൾക്കാരാണ് ഇപ്പൊ നമുക്ക് ശ്രീമദ് ഭാഗവതം പറഞ്ഞു തരുന്നത്. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ഈ ദിവ്യമായ ജ്ഞാനം വളരെ ആത്മാർത്ഥമായി നമ്മുടെ ചര്യയിൽ ഡെയിലി കുറച്ച് സമയം മാറ്റിവെച്ച് പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു വലിയ ഒരു ആധ്യാത്മിക ലോകത്തിനെ കുറിച്ചുള്ള വിവരണങ്ങൾ ശ്രീമദ് ഭാഗവതത്തിന്റെ എക്സ്പ്ലനേഷനിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. അതിനെ വളരെ കൃപാലുവായ ഭക്തന്മാര്, കൃപണവത്സലനായ ശ്രീല വേദവ്യാസന്റെ അടുത്ത ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ ടെക്നോളജിയായ സൂം ടെക്നോളജി അടക്കമുള്ളത് അഡോപ്റ്റ് ചെയ്ത് ശരിക്കും ഒരു ആചാര്യന്മാരുടെ കൃപ കൊണ്ട് നമ്മൾ ഈ ഭാഗവതം ഈ ലോകത്തിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഫലത്തിൽ നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാസദേവന്റെ വാക്ക് കൃപണവത്സലൻ അജ്ഞരോട് അതികൃപയുള്ള എന്നുള്ള രീതിയിൽ എത്ര ദൂരമുള്ള ആൾക്കാർക്കും അവർക്കും പറ്റുന്ന രീതിയിലുള്ള സഹായം ചെയ്തുകൊണ്ട് സൂമിന്റെയും മോഡേൺ ടെക്നോളജിയുടെയും ഇന്നോവേഷൻസ് അഡോപ്റ്റ് ചെയ്ത് ഒരു ആചാര്യന്മാര് അവരുടെ തത്വം
അവരുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളും ഓരോരുത്തരും പരസ്പരം സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് ഇനിയും നമുക്ക് കഴിയുമാറാകട്ടെ. നമുക്ക് ശ്രീമദ് ഭാഗവതം പഠിക്കാനും ശ്രീല വേദവ്യാസന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനും, കൃപണവത്സലിൽ നിന്നുള്ള മിഷൻ കംപ്ലീറ്റ് ചെയ്യാനും നമുക്കും നമ്മുടെ സമയം അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിന്റെ മിഷനെ സക്സസ്ഫുൾ ആക്കാൻ സഹായിക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭക്തന്മാർക്ക് ചോദിക്കും. ഹരേ കൃഷ്ണ. പ്രഭു, എവിടെയാണെങ്കിലും മൂല്യച്യുതിയിൽ നിന്നുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് മുമ്പോട്ട് പോയാൽ ഒറ്റപ്പെടുന്നതല്ലേ ഉള്ളൂ പ്രഭു. അത് അത് ശരിയാവുന്നില്ല. കാരണം അത് അദ്ദേഹം മാറത്തുമില്ല. പക്ഷെ ഒറ്റപ്പെട്ടു പോകുന്നു. അതെന്താ? അത് അസോസിയേഷൻ വേണം മാതാജി. നമ്മള് ഭക്തന്മാരുമായിട്ട് നല്ല അസോസിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഈ ആചാര്യന്മാരുടെ അസോസിയേഷൻ എടുക്കണം. ഈ ആചാര്യന്മാരുടെ അസോസിയേഷൻ എടുത്താൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ പ്രഭുജി. ഞാൻ മൂന്തമാല സ്തോത്രം ഒരു ശ്ലോകം ചൊല്ലാം. ചിത്തം നൈവ നിവർത്തദേഷണമപി ശ്രീകൃഷ്ണ പാദാംബുജാൻ നിന്ദന്തു പ്രിയ ബാന്ധവ ഗുരുജന ഗൃഹണന്തു മഞ്ജന്തു വാ ദുർവാദം പരിഘോഷയന്തു മനുജാ വംശേ കളങ്ക അസ്തു വാ താദൃക് പ്രേമധരാനുരാഗ മധുന മത്തായ മാനം തുമേ. വിവർത്തനം കൂടെ പറയാം പ്രഭു. എന്റെ മനസ്സിനെ ശ്രീകൃഷ്ണ പാദാരവിന്ദങ്ങളിൽ നിന്ന് ഒരു നിമിഷം പോലും വിട്ടു നിൽക്കാൻ കഴിയില്ല. അതിനാൽ എന്റെ ഉറ്റവരും ഉടയവരും എന്നെ വിമർശിച്ചു കൊള്ളട്ടെ, മുതിർന്നവർ എന്നെ സ്വീകരിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യട്ടെ, സാധാരണ ജനങ്ങൾ എന്നെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിച്ചു കൊള്ളട്ടെ, എന്റെ കുടുംബത്തിന്റെ അന്തസ് നശിച്ചു കൊള്ളട്ടെ, ഈശ്വര പ്രേമത്തിന്റെ പ്രളയത്തെ ആസ്വദിച്ചറിയാൻ കഴിയുക എന്നത് എന്നെ പോലെയുള്ള ഒരു ഉന്മത്തന് വലിയ ബഹുമതിയായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് ഭഗവാനോട് അനുരാഗത്തിന്റെ മധുര സ്മരണകൾ എനിക്ക് പകർന്നു തരുന്നു. ഇതേ കണക്ക് ഇത്രയും പ്രേം നമുക്ക് ആർക്കും, ഇപ്പൊ മാതാജി നേരത്തെ ചോദിച്ച കണക്ക് നമുക്ക് സമൂഹത്തെ ഭയക്കണം, കുടുംബത്തെ ഭയക്കണം, നാട്ടുകാരെ ബന്ധുക്കളെ മക്കളെ ഇങ്ങനെ പല കാരണങ്ങളാൽ നമ്മൾ വിട്ടു നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് എല്ലാം വിടുതൽ വാങ്ങിച്ച ആരാണെന്ന് ഒരേ ഒരു ബ്രജവാസികൾ മാത്രമാണ് അതിൽ നിന്ന് വിട്ടുനിന്ന്. അതിനൊരു പർപ്പോട്ടിൽ ഒരു കാര്യം കൂടെ പറയുന്നു, അത് കൂടെ ഞാനൊന്ന് വായിക്കാം. വസന്തകാലത്തെ ഒരു പൗർണമി രാവിൽ അദ്ദേഹം തന്റെ അതന്ത്രിയ വേണുഗാനം പൊഴിച്ച് ഗോപസ്ത്രീകളെ തന്റെ അടുത്തേക്ക് വിളിക്കുകയുണ്ടായി. അവരെല്ലാം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി. തങ്ങളുടെ ഭർത്താക്കന്മാരുടെയും സഹോദരന്മാരുടെയും മറ്റു ബന്ധുക്കളുടെയും വിലക്കുകളെ അവഗണിച്ചുകൊണ്ടാണ് അവർ എത്തിയത്. കുട്ടിക്ക് മുലയൂട്ടുക, ഭക്ഷണം പാകം ചെയ്യുക തുടങ്ങി വീട്ടുജോലികൾ പോലും നിർത്തിവെച്ച് വേദശാസ്ത്ര വിധികൾ ലംഘിച്ചുകൊണ്ട് അവർ തങ്ങളുടെ പ്രേമസ്വരൂപമായ കൃഷ്ണനെ കാണുവാൻ ഓടി. സധൈര്യം നിർവഹിച്ച് അവരുടെ ഈ ത്യാഗം ഭഗവാൻ കൃഷ്ണനെ അഭിനന്ദിച്ചു. പിന്നെ ചൈതന്യരാമത്തിൽ പറഞ്ഞു, അതായത് ലിബറേഷനും സ്ട്രിക്റ്റും ഒക്കെ പ്രഭു പറഞ്ഞു. ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി സ്ട്രിക്റ്റ് ഒക്കെ നമുക്ക് വലിച്ചെറിയാൻ പറ്റും. അത് ആ ഒരു ശ്ലോകമാണ് മാതാജി ചോദിച്ചതിന്, അതിനാണ് ഞാൻ ഈ ശ്ലോകം പറഞ്ഞത്. പിന്നെ പ്രഭു പറഞ്ഞില്ലേ ഇത് മാർക്സിസ്റ്റുകാര് മോഷ്ടിച്ചു. അതുപോലെ അവര് നമ്മുടെ ഭഗവാന്റെ സഹാവ് എന്നുള്ളൊരു വാക്ക് നമ്മുടെ ഭഗവാന്റെ വാക്കാണ്, അതും അവര് മോഷ്ടിച്ചെടുത്തു. ഇത് ജയസാക്ഷി പ്രഭുവിന്റെ ക്ലാസ്സിൽ ഞാൻ കേട്ടതാണ്. സഹ. ഹരേ കൃഷ്ണ. നന്ദി മാജി. പക്ഷെ നമ്മുടെ മാജി ശ്ലോകങ്ങൾ കോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനുമായിട്ട് ബന്ധമുള്ള ശ്ലോകമാണ് കോട്ട് ചെയ്യേണ്ടത് കേട്ടോ. ജനറൽ ശ്ലോകമാണ് മാതാജി കോട്ട് ചെയ്തത്, അതിൽ സന്തോഷം. പക്ഷെ നമ്മുടെ ഭാഗവത ക്ലാസിന്റെ പർപ്പസ് ആ ശ്ലോകമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ് ആഡ് ചെയ്യുക, ആ ശ്ലോകമായിട്ട് ബന്ധപ്പെട്ട് പ്ലീസ്. ഞാൻ ശ്ലോകം പറഞ്ഞത് മാതാജി ചോദിച്ചു, നമുക്ക് എപ്പോഴും അത്രയും ഇതായിട്ട് വരാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ടാ ഞാൻ ഭഗവാന് വേണ്ടിയിട്ട് അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നമ്മള് ഡിസ്കഷൻ ഡിബേറ്റ് ചെയ്ത് പോണ്ട, നമ്മൾ ശ്ലോകത്തിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ശ്ലോകത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ദിവസം സംസാരിക്കുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു മാച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു, നന്നായിരുന്നു ക്ലാസ്. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ശരി. നന്ദി.
ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു. പറഞ്ഞാലും പ്രഭുജി. ഓക്കെ, ശരി. ഹരേ കൃഷ്ണ.